വെൽക്കം ബാക്ക്. ഒരു സെന്റൻസിൽ ഒന്നിലധികം വേർഡ്സ് വരുമ്പോൾ ഏത് ടെൻസ് എവിടെ യൂസ് ചെയ്യണം എന്ന കാര്യത്തിൽ പലർക്കും കൺഫ്യൂഷൻ ഉണ്ടാവാറുണ്ട്. സീക്വൻസ് ഓഫ് ടെൻസുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്കുള്ള ഒട്ടുമിക്ക സംശയങ്ങൾക്കുള്ള ആൻസർ ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇന്നത്തെ ക്ലാസ് ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്ത ക്ലാസ്സിന്റെ തുടർച്ചയാണ്. ആ വീഡിയോ കാണാത്തവർ തീർച്ചയായും അതുകൂടി കണ്ടു നോക്കൂ. ഞാൻ അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ഞാൻ കുറച്ച് സെന്റൻസസ് മലയാളത്തിൽ പറയും. നിങ്ങൾ അത് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ശ്രമിക്കണം. അതേപോലെ ചെയ്യണം എന്നല്ല, അതേ മീനിങ് വരുന്ന രീതിയിൽ ട്രാൻസ്ലേറ്റ് ചെയ്യാനാണ് ശ്രമിക്കേണ്ടത്. ഞാൻ നിങ്ങളുടെ കമ്പ്യൂട്ടർ ഉപയോഗിച്ചാൽ കുഴപ്പമുണ്ടോ? കമ്പ്യൂട്ടർ എനിക്ക് ഉപയോഗിക്കാമോ? അതാണ് ചോദിക്കേണ്ടത്. നമുക്കിത് ഡയറക്റ്റായി ക്യാൻ ഐ യൂസ് യുവർ കമ്പ്യൂട്ടർ എന്ന് ചോദിക്കാം, അല്ലെങ്കിൽ കുഡ് ഐ യൂസ് യുവർ കമ്പ്യൂട്ടർ എന്ന് ചോദിക്കാം. ഇത് തന്നെ നമുക്ക് മൈൻഡ് എന്ന വെർബ് ഉപയോഗിച്ചും ചോദിക്കാവുന്നതാണ്. ഇംഗ്ലീഷിൽ ഈ മൈൻഡ് ഉപയോഗിക്കുന്ന കൺസ്ട്രക്ഷൻസ് വളരെ കോമൺ ആണ്. നമുക്കിത് രണ്ട് രീതിയിൽ ചോദിക്കാം. ഡു യു മൈൻഡ് നമുക്ക് ഉപയോഗിക്കാം, അല്ലെങ്കിൽ വുഡ് യു മൈൻഡ് ഉപയോഗിക്കാം. രണ്ടിന് ശേഷവും നമ്മൾ ഉപയോഗിക്കുന്ന ടെൻസ് ഡിഫറെൻ്റ് ആയിരിക്കും. ഞാൻ നിങ്ങളുടെ കമ്പ്യൂട്ടർ ഉപയോഗിച്ചാൽ കുഴപ്പമുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിൽ എന്തെങ്കിലും എതിർപ്പുണ്ടോ, പരാതിയുണ്ടോ എന്നെല്ലാം ചോദിക്കാൻ നമുക്ക് ഇങ്ങനെ പറയാം. ഡു യു മൈൻഡ് ഇഫ് ഐ യൂസ് യുവർ കമ്പ്യൂട്ടർ? ഞാൻ നിന്റെ കമ്പ്യൂട്ടർ ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് എന്തെങ്കിലും പരാതിയുണ്ടോ? ഡു യു മൈൻഡിന് ശേഷം നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് ഒരു ഈഫ് ക്ലോസ് ആണ്. ആ ഈഫ് ക്ലോസിൽ നമ്മൾ സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ് ഉപയോഗിക്കുന്നത്. ഈ ശ്രദ്ധിക്കണം, ടെൻസ് ശ്രദ്ധിക്കണം. ഈഫ് ക്ലോസിൽ നമ്മൾ സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ് ഡു യു മൈൻഡിന് ശേഷം ഉപയോഗിക്കുന്നത്. ഇതേ ഐഡിയ തന്നെ നമുക്ക് വുഡ് യു മൈൻഡ് ഉപയോഗിച്ചും പറയാം. അങ്ങനെ വരുമ്പോൾ ടെൻസ് ശ്രദ്ധിക്കുക. വുഡ് യു മൈൻഡ് ഇഫ് ഐ യൂസ്ഡ് യുവർ കമ്പ്യൂട്ടർ? വുഡ് യു മൈൻഡിന് ശേഷം നമ്മൾ ഉപയോഗിച്ചത് ഈഫ് ക്ലോസ് തന്നെയാണ്, പക്ഷെ ഇപ്പം നമ്മൾ ഈഫ് ക്ലോസിൽ യൂസ് ചെയ്തിട്ടുള്ളത് സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ്. ഡു യു മൈൻഡിന് ശേഷം സിമ്പിൾ പ്രസന്റ് ടെൻസ് ഉപയോഗിക്കുക. വുഡ് യു മൈൻഡിന് ശേഷം സിമ്പിൾ പാസ്റ്റ് ടെൻസ് തന്നെ വേണം ഉപയോഗിക്കാൻ. നമുക്ക് ഇത് തന്നെ ഈഫ് ക്ലോസ് ഇല്ലാതെയും പറയാം. നമുക്കിത് ഇങ്ങനെ പറയാം. ഡു യു മൈൻഡ് മൈ യൂസിങ് യുവർ കമ്പ്യൂട്ടർ? അങ്ങനെയും പറയാവുന്നതാണ്. അത്തരം സ്ട്രക്ചേഴ്സ് ഒന്നും അത്ര കോമൺ അല്ല. നമ്മൾ നോർമലി ഡു യു മൈൻഡിന് ശേഷവും വുഡ് യു മൈൻഡിന് ശേഷവും ഈഫ് ക്ലോസ് ആണ് സാധാരണ ഉപയോഗിക്കാറ്. ഇന്നു രാത്രി ഞാൻ നിങ്ങളുടെ വീട്ടിൽ താമസിക്കുന്നതിൽ നിങ്ങൾക്ക് എതിർപ്പുണ്ടോ? നേരത്തെ പറഞ്ഞ പോലെ തന്നെ ക്യാൻ ഉപയോഗിച്ച് ചോദിക്കാം. ക്യാൻ ഐ സ്റ്റേ ഇൻ യുവർ ഹൗസ് ടുനൈറ്റ്? അങ്ങനെ ചോദിക്കാവുന്നതാണ്. അല്ലെങ്കിൽ കുഡ് ഐ സ്റ്റേ ഇൻ യുവർ ഹൗസ് ടുനൈറ്റ്? ക്യാൻ ഉപയോഗിക്കുന്നതിനേക്കാൾ കുറച്ചുകൂടി പൊളൈറ്റ് ആണ് കുഡ്. രണ്ടിൻ്റെയും മീനിങ് ഒന്ന് തന്നെയാണ്. ഇത് തന്നെ നമുക്ക് വുഡ് യു മൈൻഡ് ഉപയോഗിച്ചും ഡു യു മൈൻഡ് ഉപയോഗിച്ചും ചോദിക്കാം. അപ്പോൾ നമ്മളത് എങ്ങനെയാണ് ചോദിക്കുന്നത്? വുഡ് യു മൈൻഡ് ഉപയോഗിച്ച് വുഡ് യു മൈൻഡ് ഇഫ് ഐ സ്റ്റേഡ് ഇൻ യുവർ ഹൗസ് ടുനൈറ്റ്? ഇന്ന് രാത്രി ഞാൻ നിങ്ങളുടെ വീട്ടിൽ താമസിക്കുന്നതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പരാതിയുണ്ടോ, എതിർപ്പുണ്ടോ? വുഡ് യു മൈൻഡിന് ശേഷം നമ്മൾ ഒരു ഈഫ് ക്ലോസ് ഉപയോഗിച്ചു. ആ ഈഫ് ക്ലോസിൽ ഉപയോഗിച്ചിട്ടുള്ളത് സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ്. ഇത് തന്നെ നമുക്ക് ഡു യു മൈൻഡ് ഉപയോഗിച്ചും ചോദിക്കാം. അങ്ങനെ വരുമ്പോൾ നമ്മൾ ഇങ്ങനെയാണ് പറയുക. ഡു യു മൈൻഡ് ഇഫ് ഐ സ്റ്റേ ഇൻ യുവർ ഹൗസ് ടുനൈറ്റ്? ഇന്ന് രാത്രി നിങ്ങളുടെ വീട്ടിൽ ഞാൻ താമസിക്കട്ടെ? താമസിക്കുന്നതിൽ പരാതിയൊന്നും ഇല്ലല്ലോ എന്നറിയുന്നതിന് വേണ്ടിയാണ് ഈ രണ്ട് സ്ട്രക്ചറും യൂസ് ചെയ്യുന്നത്. ഞാൻ ജനൽ തുറക്കുന്നതിൽ നിങ്ങൾക്ക് പരാതിയുണ്ടോ? നേരത്തെ പറഞ്ഞ പോലെ തന്നെ ക്യാൻ ഉപയോഗിച്ച് ചോദിക്കാം, അല്ലെങ്കിൽ കുഡ് ഉപയോഗിച്ച് ചോദിക്കാം. ക്യാൻ ഐ ഓപ്പൺ ദ വിൻഡോ എന്ന് ചോദിക്കാം, അല്ലെങ്കിൽ കുഡ് ഐ ഓപ്പൺ ദ വിൻഡോ എന്ന് ചോദിക്കാം. അതും അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഡു യു മൈൻഡ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ വുഡ് യു മൈൻഡ് ഉപയോഗിക്കാം. വുഡ് യു മൈൻഡ് ഇഫ് ഐ ഓപ്പൺ ദ വിൻഡോ? അല്ലെങ്കിൽ ഡു യു മൈൻഡ് ഇഫ് ഐ ഓപ്പൺ ദ വിൻഡോ? വുഡ് യു മൈൻഡിന് ശേഷം പാസ്റ്റ് ടെൻസ് ആണ് ഉപയോഗിക്കുന്നത് ഈഫ് ക്ലോസിൽ. ഡു യു മൈൻഡിന് ശേഷം പ്രസന്റ് ടെൻസ് ആണ് ഉപയോഗിക്കുന്നത്. ഇനി എന്തെങ്കിലും പരാതി ഉണ്ട്, എനിക്കത് താല്പര്യമില്ല എന്നാണ് പറയേണ്ടതെങ്കിലോ, അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു സ്ട്രക്ചർ ഉപയോഗിക്കാം. നോ പ്ലീസ് ഡോണ്ട് ഓപ്പൺ എന്ന് പറയാവുന്നതാണ്. അല്ലെങ്കിൽ നമുക്ക് വുഡ് റാദർ ഉപയോഗിച്ചും ഇത് പറയാം. അപ്പോൾ നിങ്ങൾ ജനൽ തുറക്കുന്നതിൽ എനിക്ക് താല്പര്യമില്ല എന്നാണ് എനിക്ക് പറയേണ്ടതെങ്കിൽ എനിക്ക് ഇങ്ങനെ പറയാം. നോ ഐ വുഡ് റാദർ യു ഡിഡൻറ്റ്. ഇതിനർത്ഥം നീ ജനൽ തുറക്കാതിരിക്കുന്നതാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത് എന്നാണ്. വുഡ് റാദർ നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മുടെ പ്രിഫറൻസസിനെ കുറിച്ച് പറയുന്നതിന് വേണ്ടിയാണ്. നമുക്കൊരു കാര്യം ചെയ്യാൻ ഇഷ്ടമുണ്ട്, അല്ലെങ്കിൽ മറ്റൊരാൾ ഒരു കാര്യം ചെയ്യുന്നത് നമ്മൾ താല്പര്യപ്പെടുന്നില്ല, അല്ലെങ്കിൽ താല്പര്യപ്പെടുന്നുണ്ട്. ഇതെല്ലാം പറയുന്നതിന് വേണ്ടിയാണ് വുഡ് റാദർ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഇവിടെ മറ്റേയാൾ ജനൽ തുറക്കുന്നതിൽ എനിക്ക് താല്പര്യമില്ല എന്നല്ല എനിക്ക് പറയേണ്ടത്. അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന വുഡ് റാദർ പ്ലസ് ആ വ്യക്തിയെ സൂചിപ്പിക്കുന്ന നൗൺ അല്ലെങ്കിൽ പ്രനൗൺ, അതിനുശേഷം പിന്നെ വരുന്നത് ഒരു പാസ്റ്റ് ടെൻസ് ആണ് കേട്ടോ. എപ്പോഴും വുഡ് റാദറിന് ശേഷം നമ്മൾ വുഡ് റാദർ പ്ലസ് ഒബ്ജക്റ്റിന് ശേഷം നമ്മൾ ഉപയോഗിക്കുന്നത് പാസ്റ്റ് ടെൻസ് ആണ്. സംസാരിക്കുന്നത് പ്രസന്റിനെ കുറിച്ചോ ഫ്യൂച്ചറിനെ കുറിച്ചോ ആണ്, പക്ഷെ ഉപയോഗിക്കുന്ന വെർബ് പാസ്റ്റ് ടെൻസ് ആണ്. ഐ വുഡ് റാദർ യു ഡിഡിൻറ്റ്. ഐ വുഡ് റാദർ യു ഡോണ്ട് നോ വോണ്ട് നോ അല്ല പറയുന്നത്. ഐ വുഡ് റാദർ യു ഡിഡിൻറ്റ്. അതിനർത്ഥം നീ ജനൽ തുറക്കാതിരിക്കുന്നതാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത് എന്നാണ്. അവൾ ഇപ്പോൾ വന്നാൽ വിഷമിച്ചു പോകും. നമ്മളൊരു കണ്ടീഷനെ കുറിച്ചാണ് പറയുന്നത്. അവൾ ഇപ്പോൾ വരികയാണെങ്കിൽ നമ്മൾ എന്തെങ്കിലും ബുദ്ധിമുട്ടിലാവും, പ്രശ്നത്തിലാവും എന്നാണ് പറയുന്നത്. വരികയാണെങ്കിലേ ഉള്ളൂ പ്രശ്നം. ഇത്തരം ഐഡിയാസ് എക്സ്പ്രസ് ചെയ്യാൻ നമ്മൾ ഈഫ് ക്ലോസസ് ആണ് യൂസ് ചെയ്യുക. ഈഫ് ക്ലോസസിനെ കുറിച്ച് നമ്മൾ 2 ക്ലാസ് മുമ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷേ സീക്വൻസ് ഓഫ് ടെൻസ്
ടെൻസസിനെ കുറിച്ചുള്ള ഒരു ക്ലാസ്സിൽ ഇഫ് ക്ലോസസിനെ കുറിച്ച് പറയാതിരുന്നാൽ ഈ ക്ലാസ് കംപ്ലീറ്റ് ആവില്ല. അതുകൊണ്ട് ഞാനിത് വീണ്ടും ആവർത്തിക്കുകയാണ്. ആ ലെസൺ കണ്ടിട്ടുള്ളവരാണെങ്കിൽ ഇത് ഒരു റിവിഷൻ പോലെ യൂസ് ചെയ്യാം. അവൾ ഇപ്പോൾ വന്നാൽ നമ്മൾ വിഷമിച്ചു പോകും. ഇതൊരു റിയൽ ആയ പോസിബിൾ ആയ ഒരു സിറ്റുവേഷനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. നമ്മൾ ഇങ്ങനെ റിയൽ ആയ പോസിബിൾ ആയ സിറ്റുവേഷൻസിനെ കുറിച്ച് ഉപയോഗിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന ടൈപ്പ് 1 കണ്ടീഷണലാണ്. ഇത് പേര് കേട്ട് പേടിക്കേണ്ട ആവശ്യമില്ല. ടൈപ്പ് 1 കണ്ടീഷണൽ എന്ന് പറയുമ്പോൾ നമ്മൾ ഇഫ് ക്ലോസിൽ ഉപയോഗിക്കുക സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്. പിന്നെ മെയിൻ ക്ലോസിൽ നമ്മൾ യൂസ് ചെയ്യുക വിൽ, ക്യാൻ, മേ. ഇതിലേതെങ്കിലും ഒരു ഓക്സിലറി വെർബ് ആയിരിക്കും. മെയിൻ ക്ലോസ് എന്താണ്, സബോർഡിനേറ്റ് ക്ലോസ് എന്താണ് എന്നെല്ലാം കഴിഞ്ഞ ക്ലാസ്സിൽ വളരെ ഡീറ്റെയിൽ ആയി പറഞ്ഞിട്ടുണ്ട്. ആ വീഡിയോ കാണാത്തവരാണെങ്കിൽ തീർച്ചയായും അത് കണ്ടു നോക്കും. അപ്പോൾ നമ്മളിവിടെ എന്താ പറഞ്ഞത്, ഇഫ് ക്ലോസിൽ നമ്മൾ സിമ്പിൾ പ്രസന്റ് ടെൻസ് ഉപയോഗിക്കും. മെയിൻ ക്ലോസിൽ നമ്മൾ വിൽ പ്ലസ് V1 അല്ലെങ്കിൽ ക്യാൻ പ്ലസ് V1, മേ പ്ലസ് V1 ഇതിലേതെങ്കിലും ഒന്നാണ് നമ്മൾ മെയിൻ ക്ലോസിൽ യൂസ് ചെയ്യുക. അവൾ ഇപ്പോൾ വന്നാൽ സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ് നമ്മൾ ഇഫ് ക്ലോസിൽ യൂസ് ചെയ്യേണ്ടത്. ഇഫ് ഷീ കംസ് നൗ അല്ലെങ്കിൽ ഇഫ് ഷീ അറൈവ്സ് നൗ, അവൾ ഇപ്പോൾ വന്നാൽ നമ്മൾ വിഷമിച്ചു പോകും, നമ്മൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവും എന്നർത്ഥം. വി വിൽ ബി ഇൻ ട്രബിൾ, നമ്മളാകെ പ്രശ്നത്തിലായി പോകും എന്നാണ് പറയുന്നത്. വി വിൽ ബി ഇൻ ട്രബിൾ ഇഫ് ഷീ അറൈവ്സ് നൗ. ഇഫ് ഉപയോഗിച്ചും സ്റ്റാർട്ട് ചെയ്യാം. ഇഫ് ഷീ അറൈവ്സ് നൗ വി വിൽ ബി ഇൻ ട്രബിൾ. നമുക്ക് ക്ലോസിന്റെ പൊസിഷൻ ഇംഗ്ലീഷിൽ മാറ്റാൻ സാധിക്കും. മെയിൻ ക്ലോസ് ഉപയോഗിച്ച് തന്നെ സെന്റൻസ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് ഒരു നിർബന്ധവും ഇംഗ്ലീഷിലില്ല. നമുക്ക് സബോർഡിനേറ്റ് ക്ലോസ്, എല്ലാ സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ് ഉപയോഗിച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതും സബോർഡിനേറ്റ് ക്ലോസസ് ആണ്. സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻ എന്ന് പറയുമ്പോൾ ഇഫ്, ബിക്കോസ്, സിൻസ്, ആസ്, വെൻ, വൈൽ ഇതെല്ലാം സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ് ആണ്. ഇത്തരം കൺജങ്ഷൻസ് ഉപയോഗിച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന ക്ലോസസിന് നമ്മൾ സബോർഡിനേറ്റ് ക്ലോസസ് എന്ന് പറയും. നമുക്ക് ഒരു ലോങ് സെന്റൻസ് നിർമ്മിക്കുമ്പോൾ സബോർഡിനേറ്റ് ക്ലോസ് വേണമെങ്കിൽ ആദ്യം വെക്കാം, അല്ലെങ്കിൽ മെയിൻ ക്ലോസിന് ശേഷം അത് ഉപയോഗിക്കാവുന്നതാണ്. നമുക്കിത് ഇഫ് ഉപയോഗിച്ച് സ്റ്റാർട്ട് ചെയ്യാം, അല്ലെങ്കിൽ വി വിൽ ബി ഇൻ ട്രബിൾ എന്ന ക്ലോസ് ഉപയോഗിച്ച് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഇഫ് ഷീ അറൈവ്സ് നൗ വി വിൽ ബി ഇൻ ട്രബിൾ. ഇവിടെ ഉപയോഗിച്ചിട്ടുള്ള ടെൻസ് ശ്രദ്ധിക്കുക. നമ്മൾ ഇഫ് ക്ലോസിൽ ഉപയോഗിച്ച് സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്. സബ്ജക്റ്റ് ഷീ ആയത് കാരണമാണ് നമ്മൾ അറൈവ്സ് എന്ന് പറയുന്നത്. സബ്ജക്റ്റ് യുവോ ദേയോ ഒക്കെ ആയിരുന്നെങ്കിൽ നമ്മൾ അറൈവ് എന്ന് മാത്രമേ പറയൂ. സിമ്പിൾ പ്രസന്റ് ടെൻസിൽ സബ്ജക്റ്റ് സിംഗുലർ നൗണോ പ്രൊനൗണോ ആവുന്ന സമയത്ത് നമ്മൾ വെർബിന്റെ കൂടെ ഒരു എസ് ആഡ് ചെയ്യും. ഇത് എല്ലാ ക്ലാസ്സിലും പറയുന്നതാണ്, എന്നാലും ഓർത്തിരിക്കുന്നതിന് വേണ്ടിയാണ് വീണ്ടും വീണ്ടും പറയുന്നത്. ഇഫ് ഷീ അറൈവ്സ് നൗ വി വിൽ ബി ഇൻ ട്രബിൾ. മെയിൻ ക്ലോസിൽ നമ്മൾ ഉപയോഗിച്ചത് സിമ്പിൾ ഫ്യൂച്ചറാണ്. അതായത് വിൽ പ്ലസ് V1 ആണ് നമ്മൾ മെയിൻ ക്ലോസിൽ യൂസ് ചെയ്തിട്ടുള്ളത്. ബി എന്നത് ആ വെർബിന്റെ V1 ഫോമാണ്. അവൾ ഇപ്പോൾ വന്നിരുന്നെങ്കിൽ നമ്മൾ വിഷമിച്ചു പോയേനെ. ഇവിടെ നമ്മൾ സംസാരിക്കുന്നത് സംഭവിക്കാൻ സാധ്യത കുറവുള്ള എന്നാൽ റിയൽ ആയ ഒരു സിറ്റുവേഷൻ തന്നെയാണ്. ഇപ്പോൾ അവൾ വരാനുള്ള സാധ്യത കുറവാണ്, പക്ഷെ അവൾ വന്നാൽ നമ്മൾ പെട്ടുപോകും. അതാണ് നമുക്ക് പറയേണ്ടത്. ഇങ്ങനെ വരുമ്പോൾ നമ്മൾ അതായത് സംഭവിക്കാൻ സാധ്യത വളരെ കുറവുള്ള ഒരു സിറ്റുവേഷനെ കുറിച്ച് അല്ലെങ്കിൽ ഇമാജിനറി ആയ സിറ്റുവേഷൻസിനെ കുറിച്ചൊക്കെ പറയാൻ നമ്മൾ ഉപയോഗിക്കുക ടൈപ്പ് 2 കണ്ടീഷണലാണ്. ടൈപ്പ് 2 കണ്ടീഷനിൽ നമ്മൾ ഇഫ് ക്ലോസിൽ ഉപയോഗിക്കുക സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ്. മെയിൻ ക്ലോസിൽ ഉപയോഗിക്കുക വില്ലിന് പകരം വുഡ് ആണ്, അല്ലെങ്കിൽ കുഡ്, അതും അല്ലെങ്കിൽ മൈറ്റ്. അതിനുശേഷം പിന്നെ V1 തന്നെയാണ് ഉപയോഗിക്കുക. അപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ സീക്വൻസ് ഇങ്ങനെയാണ് വരുന്നത്. ഇഫ് ക്ലോസിൽ സിമ്പിൾ പാസ്റ്റ്, മെയിൻ ക്ലോസിൽ വുഡ് പ്ലസ് ഇൻഫിനിറ്റീവ്. ഇൻഫിനിറ്റീവ് എന്ന് പറയുമ്പോൾ V1. ഇൻഫിനിറ്റീവ് എന്ന് കേൾക്കുമ്പോഴേ മനസ്സിലാക്കണം V1 ആണ് എന്ന്. ഇൻഫിനിറ്റീവിന് മുന്നിലൊരു 2 ഉപയോഗിക്കുമ്പോൾ അത് 2 ഇൻഫിനിറ്റീവായി മാറും. 2 ഇല്ലാതെ ഉപയോഗിക്കുമ്പോൾ V1നെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അവൾ ഇപ്പോൾ വന്നിരുന്നെങ്കിൽ സിമ്പിൾ പാസ്റ്റ് ടെൻസിലാണ് നമ്മൾ ഈ ക്ലോസ് പറയാം. ഇഫ് ഷീ അറൈവ്ഡ് നൗ, നമ്മൾ ഇപ്പോൾ വിഷമിച്ചു പോയേനെ. വി വുഡ് ബി ഇൻ ട്രബിൾ. നേരത്തെ നമ്മൾ വിൽ ബി ഇൻ ട്രബിൾ എന്നാണ് പറഞ്ഞത്. ഇവിടെ നമ്മൾ പറയുന്നത് വുഡ് ബി ഇൻ ട്രബിൾ എന്നാണ്. ഈ സ്ട്രക്ചർ നമ്മൾ യൂസ് ചെയ്യുന്നത് സംഭവിക്കാൻ സാധ്യത കുറവാണ് എന്ന് സൂചിപ്പിക്കുന്നതിന് വേണ്ടിയാണ്. നമ്മൾ ടൈപ്പ് 1 കണ്ടീഷനിൽ ഉപയോഗിക്കുമ്പോൾ അതിനർത്ഥം സംഭവിക്കാനുള്ള സാധ്യത വളരെ ഹൈ ആണ് എന്നാണ്. ടൈപ്പ് 2 ഉപയോഗിക്കുമ്പോൾ അതിനർത്ഥം സംഭവിക്കാനുള്ള സാധ്യത കുറവാണ്. അവൾ ഇപ്പോൾ വരാനുള്ള സാധ്യത വളരെ കമ്മിയാണ്, പക്ഷെ അഥവാ അവൾ വരികയാണെങ്കിൽ നമ്മൾ വിഷമിച്ചു പോകും. അതാണ് പറയേണ്ടത്. ഇഫ് ഷീ അറൈവ്ഡ് നൗ വി വുഡ് ബി ഇൻ ട്രബിൾ. അവൾ അപ്പോൾ വന്നിരുന്നെങ്കിൽ നമ്മൾ വിഷമിച്ചു പോയേനെ. ഇപ്പൊ നമ്മൾ സംസാരിക്കുന്നത് പൂർണ്ണമായും ഇമാജിനറി ആയ ഒരു സിറ്റുവേഷനെ കുറിച്ചാണ്. പാസ്റ്റിൽ സംഭവിക്കാതെ പോയൊരു കാര്യത്തിനെ കുറിച്ചാണ് നമുക്ക് പറയേണ്ടത്. അപ്പോൾ വന്നിരുന്നെങ്കിൽ എന്നാണ് പറയുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞത് ഇപ്പോൾ വന്നിരുന്നെങ്കിൽ എന്നാണ്. ഇത് പാസ്റ്റിൽ നടക്കാതെ പോയൊരു കാര്യമാണ്. അതിനെക്കുറിച്ച് പറയാൻ നമ്മൾ ഉപയോഗിക്കുക ടൈപ്പ് 3 കണ്ടീഷണലാണ്. ടൈപ്പ് 3 കണ്ടീഷണൽ ആകുമ്പോൾ നമ്മൾ ഇഫ് ക്ലോസിൽ ഉപയോഗിക്കുക പാസ്റ്റ് പെർഫെക്റ്റ് ആണ്. മെയിൻ ക്ലോസിൽ നമ്മൾ ഉപയോഗിക്കുക വുഡ് ഹാവ് പ്ലസ് V3 ആണ്, അല്ലെങ്കിൽ കുഡ് ഹാവ് പ്ലസ് V3, അതും അല്ലെങ്കിൽ മൈറ്റ് ഹാവ് പ്ലസ് V3. നോർമലി നമ്മൾ കണ്ടീഷണൽ സെന്റൻസസിൽ യൂസ് ചെയ്യുക വുഡ് ആണ്. കുഡും മൈറ്റും നമുക്ക് ഉപയോഗിക്കാം, പക്ഷെ സാധാരണ നമ്മൾ ഏറ്റവും അധികം യൂസ് ചെയ്യുന്ന ഓക്സിലറീസ് വില്ലും വുഡും ആണ് കണ്ടീഷണൽ സെന്റൻസസിൽ. അവൾ അപ്പോൾ വന്നിരുന്നുവെങ്കിൽ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിച്ച് വേണം നമ്മളിത് പറയാൻ. ഇഫ് ഷീ ഹാഡ് അറൈവ്ഡ് ദെൻ, അപ്പോൾ ദെൻ. നമ്മൾ വിഷമിച്ചു പോയേനെ. വി വുഡ് ഹാവ് ബീൻ ഇൻ ട്രബിൾ.
വി വുഡ് ഹാവ് ബീൻ ഇൻ ട്രബിൾ ഇഫ് ഷീ ഹാഡ് അറൈവ്ഡ് ദെൻ. ഇഫ് ക്ലോസിൽ നമ്മൾ യൂസ് ചെയ്തത് പാസ്റ്റ് പെർഫെക്റ്റ് ആണ്. അറൈവ് എന്ന വെർബിന്റെ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ഫോം ആണ് ഹാഡ് പ്ലസ് അറൈവ്ഡ്. ഹാഡ് പ്ലസ് വി ത്രീ ഉപയോഗിച്ചാണ് നമ്മൾ എപ്പോഴും പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസസ് ഉണ്ടാക്കുന്നത്. ഇഫ് ഷീ ഹാഡ് അറൈവ്ഡ് ദെൻ. പിന്നെ നമ്മൾ മെയിൻ ക്ലോസിൽ യൂസ് ചെയ്യുന്നത് വുഡ് ഹാവ് പ്ലസ് വി ത്രീ ആണ്. വുഡ് ഹാവ് ബി എന്ന വെർബിന്റെ വി ത്രീ ആണ് ബീൻ. വി വുഡ് ഹാവ് ബീൻ ഇൻ ട്രബിൾ. അവൾ അപ്പോൾ വന്നിരുന്നെങ്കിൽ നമ്മൾ വിഷമിച്ചു പോയനെ, നമ്മളാകെ പെട്ടുപോയനെ എന്നർത്ഥം. ഇത് സംഭവിക്കാതെ പോയ ഒരു കാര്യമാണ്. പാസ്റ്റിൽ നടക്കാതെ പോയ കാര്യങ്ങളെക്കുറിച്ച് ഇപ്പോൾ ഇമാജിൻ ചെയ്ത് അത് സംഭവിച്ചിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു എന്ന് പറയുന്നതിന് വേണ്ടിയാണ് നമ്മൾ ടൈപ്പ് 3 കണ്ടീഷണൽ യൂസ് ചെയ്യുന്നത്. ടൈപ്പ് 1 കണ്ടീഷണലും ടൈപ്പ് 2 കണ്ടീഷണലും നമ്മൾ യൂസ് ചെയ്യുന്നത് പ്രസന്റിനെ കുറിച്ച് പറയുന്നതിന് വേണ്ടി തന്നെയാണ്. ടൈപ്പ് 1 ഉപയോഗിക്കുന്നത് സംഭവിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളെക്കുറിച്ച് പറയാനാണ്. ടൈപ്പ് 2 ഉപയോഗിക്കുന്നത് സംഭവിക്കാൻ സാധ്യത വളരെ കുറവുള്ള കാര്യങ്ങളെക്കുറിച്ച് പറയാനാണ്. ഈ 3 കണ്ടീഷണൽ ഫോംസിലും ഉപയോഗിക്കുന്ന ടെൻസസ് നിങ്ങൾ ഓർത്തിരിക്കണം. എൻ്റെ സാലറി കൂടുകയാണെങ്കിൽ ഞാൻ ഒരു കാറ് വാങ്ങിക്കും. സാലറി കൂടി കിട്ടുന്നതിന് നമ്മൾ പറയാം ഇംഗ്ലീഷിൽ റേസ് എന്ന് പറയും. അമേരിക്കൻ ഇംഗ്ലീഷിൽ റേസ് എന്ന് പറയും. ബ്രിട്ടീഷ് ഇംഗ്ലീഷിൽ റൈസ് എന്നാണ് പറയുന്നത്. എനിക്ക് ഒരു റേസ് കിട്ടുകയാണെങ്കിൽ അതാണ് എനിക്ക് പറയേണ്ടത്. ഇഫ് ഐ ഗെറ്റ് എ റൈസ്, ഞാനൊരു കാറ് വാങ്ങിക്കും. ഐ വിൽ ബൈ എ കാർ. ഇത് സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു സിറ്റുവേഷൻ ആണ്. അതുകൊണ്ട് നമ്മളിവിടെ ഉപയോഗിക്കുന്ന ടൈപ്പ് 1 കണ്ടീഷണലാണ്. ഇഫ് ഐ ഗെറ്റ് എ റേസ് അല്ലെങ്കിൽ റൈസ്, സാലറി കൂടി കിട്ടുകയാണെങ്കിൽ, ഇൻക്രിമെന്റ് കിട്ടുകയാണെങ്കിൽ ഞാൻ കാർ വാങ്ങിക്കും. ഐ വിൽ ബൈ എ കാർ. ഇഫ് ക്ലോസിൽ നമ്മൾ യൂസ് ചെയ്തത് സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്. മെയിൻ ക്ലോസിൽ നമ്മൾ യൂസ് ചെയ്തത് വിൽ പ്ലസ് V1 ആണ്. ഇഫ് ഐ ഗെറ്റ് എ റേസ് ഐ വിൽ ബൈ എ കാർ. അല്ലെങ്കിൽ ഇഫ് ഐ ഗെറ്റ് എ പ്രൊമോഷൻ ഐ വിൽ ബൈ എ കാർ. ഒരു പ്രൊമോഷൻ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ഇൻക്രിമെന്റ് കിട്ടുകയാണെങ്കിൽ ഞാൻ കാറ് വാങ്ങിക്കും. എൻ്റെ സാലറി കൂടിയിരുന്നെങ്കിൽ ഞാൻ കാറ് വാങ്ങിച്ചേനെ. സാധ്യത കുറവുള്ള ഒരു കാര്യത്തിനെ കുറിച്ചാണ് നമ്മളിവിടെ പറയുന്നത്. അതുകൊണ്ട് തന്നെ ടൈപ്പ് 2 കണ്ടീഷണലാണ് യൂസ് ചെയ്യുക. നമ്മൾ സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അവിടെ സാധ്യത കൂടുതലാണോ കുറവാണോ എന്നല്ല. അതിനനുസരിച്ച് അപ്രോപ്രിയേറ്റ് ആയ കണ്ടീഷണൽ ഫോമാണ് അവിടെ യൂസ് ചെയ്യേണ്ടത്. ഇപ്പം നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ ചിലപ്പോൾ അത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും ഇവിടെ ടൈപ്പ് 1 ആണോ ടൈപ്പ് 2 കണ്ടീഷണൽ ആണോ എന്ന്. പക്ഷെ നമ്മൾ നോർമലി ഒരു റിയൽ സിറ്റുവേഷനിൽ ഇത് മനസ്സിലാക്കാൻ വിഷമമൊന്നുമില്ല. ഏത് കണ്ടീഷണൽ യൂസ് ചെയ്താലും അതിന് അപ്രോപ്രിയേറ്റ് ആയ ടെൻസ് തന്നെ യൂസ് ചെയ്യുക. അതായത് ടൈപ്പ് 1 കണ്ടീഷണലിൽ സിമ്പിൾ പ്രസന്റും വിൽ പ്ലസ് V1 യൂസ് ചെയ്യുക. ടൈപ്പ് 2 കണ്ടീഷണലിൽ സിമ്പിൾ പാസ്റ്റും വുഡ് പ്ലസ് V1 യൂസ് ചെയ്യുക. എൻ്റെ സാലറി കൂടിയിരുന്നെങ്കിൽ ഇഫ് ഐ ഗോട്ട് എ റേസ് അല്ലെങ്കിൽ ഇഫ് ഐ ഗോട്ട് എ റൈസ് ഐ വുഡ് ബൈ എ കാർ. ഇഫ് ഐ ഗോട്ട് എ റേസ് ഐ വുഡ് ബൈ എ കാർ. എൻ്റെ സാലറി കൂടിയിരുന്നെങ്കിൽ ഞാനൊരു കാറ് വാങ്ങിക്കുമായിരുന്നു. ഇവിടെ ഇഫ് ക്ലോസിൽ യൂസ് ചെയ്തത് സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ്. മെയിൻ ക്ലോസിൽ യൂസ് ചെയ്തിട്ടുള്ളത് വുഡ് പ്ലസ് V1 ആണ്. ആ ലോട്ടറി കിട്ടിയിരുന്നെങ്കിൽ ഞാനൊരു വലിയ വീട് വാങ്ങുമായിരുന്നു. സംഭവിക്കാതെ പോയൊരു കാര്യമാണ്. ആ ലോട്ടറി കിട്ടിയിരുന്നെങ്കിൽ എന്നാണ് പറയുന്നത്, ഈ ലോട്ടറി കിട്ടിയാൽ എന്നല്ല. അപ്പോൾ പാസ്റ്റിലുള്ള ഒരു ഇമാജിനറി സിറ്റുവേഷനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളോട് ഉപയോഗിക്കുക ടൈപ്പ് 3 കണ്ടീഷണലാണ്. ടൈപ്പ് 3 കണ്ടീഷണലിൻ്റെ ഫോം എന്താണെന്ന് പറഞ്ഞത്. ഇഫ് ക്ലോസിൽ നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റ് യൂസ് ചെയ്യണം. മെയിൻ ക്ലോസിൽ നമ്മൾ വുഡ് ഹാവ് പ്ലസ് V3 അല്ലെങ്കിൽ കുഡ് ഹാവ് പ്ലസ് V3 യൂസ് ചെയ്യണം. മൈറ്റും യൂസ് ചെയ്യാം. ആ ലോട്ടറി കിട്ടിയിരുന്നെങ്കിൽ ഇഫ് ഐ ഹാഡ് വൺ ദാറ്റ് ലോട്ടറി, എനിക്ക് ആ ലോട്ടറി കിട്ടിയിട്ടുണ്ടായിരുന്നെങ്കിൽ ഞാനൊരു വലിയ വീട് വാങ്ങിക്കുമായിരുന്നു. ഐ വുഡ് ഹാവ് ബോട്ട് എ ബിഗ് ഹൗസ്. വുഡ് ഹാവ് പ്ലസ് V3 ആണ് നമ്മളിവിടെ മെയിൻ ക്ലോസിൽ യൂസ് ചെയ്തിട്ടുള്ളത്. ബൈ എന്ന വെർബിന്റെ V3 ആണ്. പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ് ബോട്ട്. ഇഫ് ഐ ഹാഡ് വൺ ദാറ്റ് ലോട്ടറി ഐ വുഡ് ഹാവ് ബോട്ട് എ ബിഗ് ഹൗസ്. ഇത് നടക്കാതെ പോയൊരു കാര്യമാണ്. ടൈപ്പ് 3 കണ്ടീഷണലിലാണ് ഈ സെന്റൻസ്. എനിക്ക് കൂടുതൽ നല്ല ഓർമ്മശക്തി ഉണ്ടായിരുന്നെങ്കിൽ. ഇഫ് മാത്രമല്ല, നമുക്ക് ഇമാജിനറി സിറ്റുവേഷൻസിനെ കുറിച്ച് പറയാം. ഇംഗ്ലീഷിൽ പല സ്ട്രക്ചേഴ്സ് യൂസ് ചെയ്യും. അതിലൊന്നാണ് ഐ വിഷ്. നടക്കാൻ ഒരു സാധ്യതയും ഇല്ലാത്ത കാര്യങ്ങളെക്കുറിച്ച്, നമ്മൾ റിഗ്രറ്റ് ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറയുന്നതിന് വേണ്ടിയാണ് നമ്മൾ മെയിൻലി ഐ വിഷ് ഉപയോഗിക്കുന്നത്. എനിക്ക് കൂടുതൽ നല്ല ഓർമ്മശക്തി ഉണ്ടായിരുന്നെങ്കിൽ. കൂടുതൽ നല്ല ഓർമ്മശക്തി എന്ന് പറയുമ്പോൾ നമ്മളത് എങ്ങനെയാണ് പറയുന്നത്? ബെറ്റർ മെമ്മറി. അങ്ങനെ പറയാം നമുക്ക്. ഉണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ റിഗ്രറ്റ് ചെയ്യുകയാണ് എൻ്റെ ഓർമ്മശക്തി അത്ര നല്ലതല്ല എന്നതിൽ. ഇതിന് നമുക്ക് ഐ വിഷ് ഉപയോഗിച്ച് പറയാം. ഇഫ് ഉപയോഗിച്ച് നമുക്ക് പറയാവുന്നതാണ്. നമ്മളിവിടെ ഐ വിഷ് ഉപയോഗിച്ച് എങ്ങനെ പറയാമെന്നാണ് നോക്കുന്നത്. ഐ വിഷ് ഐ ഹാഡ് എ ബെറ്റർ മെമ്മറി. ഐ വിഷ് ഐ ഹാഡ് എ ബെറ്റർ മെമ്മറി. നമ്മുടെ ഓർമ്മ അങ്ങനെ കൂട്ടുക അതൊന്നും അത്ര എളുപ്പമുള്ള കാര്യങ്ങളല്ല. അതായത് റിയൽ അല്ലാത്തൊരു സിറ്റുവേഷൻ, നമ്മളൊരു സാഹചര്യം അങ്ങനെ അല്ലായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ റിയൽ അല്ല എന്ന് സൂചിപ്പിക്കുന്നതിന് വേണ്ടി നമ്മൾ എപ്പോഴും ഈഫ് ക്ലോസിലും റിയൽ അല്ലാത്ത സിറ്റുവേഷൻസിനെ കുറിച്ച് പറയാൻ നമ്മളവിടെ പാസ്റ്റ് ടെൻസ് അല്ല യൂസ് ചെയ്യുക. ഐ വിഷിന് ശേഷവും അങ്ങനെ തന്നെയാണ്. ഐ വിഷ് ഐ ഹാവ് എ ബെറ്റർ മെമ്മറി എന്നല്ല പറയുന്നത്. ഐ വിഷ് ഐ ഹാഡ് എ ബെറ്റർ മെമ്മറി എന്നാണ്. നമ്മൾ പാസ്റ്റിനെ കുറിച്ചൊന്നും അല്ല പറയുന്നത്. ഇപ്പം നല്ല ഓർമ്മ ഉണ്ടായിരുന്നെങ്കിൽ ഇനി ഭാവിയിലും നല്ല ഓർമ്മ ഉണ്ടാവുമെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് തന്നെയാണ് പറയുന്നത്. പക്ഷെ ഉപയോഗിക്കുന്ന ടെൻസ് പാസ്റ്റ് ടെൻസ് ആണ്.
ഐ വിഷ് ഐ ഹാഡ് എ ബെറ്റർ മെമ്മറി. എനിക്ക് നല്ല ഓർമ്മ ഉണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. ഐ വിഷിന് ശേഷം നമ്മൾ പാസ്റ്റ് ടെൻസ് ആണ് യൂസ് ചെയ്യുക നമ്മളുടെ ആഗ്രഹങ്ങളെക്കുറിച്ച് പറയുന്നതിന് വേണ്ടി. നമ്മളുടെ നടക്കാൻ സാധ്യതയില്ലാത്ത ആഗ്രഹങ്ങളെക്കുറിച്ച് പറയുന്നതിന് വേണ്ടി ഐ വിഷിന് ശേഷം നമ്മൾ പാസ്റ്റ് ടെൻസ് ആണ് എപ്പോഴും യൂസ് ചെയ്യുക. ഐ വിഷിന് ശേഷം പ്രസന്റ് ടെൻസ് യൂസ് ചെയ്യുന്ന സാഹചര്യങ്ങൾ കുറവാണ്. നമ്മൾ അങ്ങനെയുള്ള സംഭവിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളെക്കുറിച്ച് പറയാൻ നമ്മൾ വിഷ് അല്ല നോർമലി യൂസ് ചെയ്യുക, ഹോപ്പാണ്, അല്ലെങ്കിൽ മറ്റേതെങ്കിലും വേർബ് ആയിരിക്കും. ഇംഗ്ലീഷ് സംസാരിക്കുമെങ്കിൽ നിനക്ക് കൂടുതൽ നല്ല ജോലി ലഭിക്കും. റിയൽ ആയൊരു സിറ്റുവേഷനാണ്, റിയലും പോസിബിളും ആയൊരു സിറ്റുവേഷനാണ്. നമുക്ക് ഈഫ് ഉപയോഗിച്ച് പറയാം. എങ്ങനെ പറയും? ടൈപ്പ് 1 കണ്ടീഷണൽ വേണം യൂസ് ചെയ്യാൻ. മെയിൻ ക്ലോസിൽ വിൽ പ്ലസ് ഇൻഫിനിറ്റീവ് യൂസ് ചെയ്യും. ഈഫ് ക്ലോസിൽ സിമ്പിൾ പ്രസന്റ് ടെൻസ് യൂസ് ചെയ്യും. ഇംഗ്ലീഷ് സംസാരിക്കുമെങ്കിൽ, നീ സംസാരിക്കുമെങ്കിൽ അതാണ് പറയേണ്ടത്. ഇഫ് യു സ്പീക്ക് ഇംഗ്ലീഷ്, നീ ഇംഗ്ലീഷ് സംസാരിക്കുമെങ്കിൽ നിനക്ക് കൂടുതൽ നല്ല ജോലി ലഭിക്കും. യു വിൽ ഗെറ്റ് എ ബെറ്റർ ജോബ്. യു വിൽ ഗെറ്റ് എ ബെറ്റർ ജോബ് ഇഫ് യു സ്പീക്ക് ഇംഗ്ലീഷ്. നീ ഇംഗ്ലീഷ് സംസാരിക്കുമെങ്കിൽ നിനക്ക് കൂടുതൽ നല്ല ഒരു ജോലി ലഭിക്കും. ഇഫ് ക്ലോസിൽ നമ്മൾ സിമ്പിൾ പ്രസന്റ് ടെൻസ് യൂസ് ചെയ്തു. മെയിൻ ക്ലോസിൽ നമ്മൾ വിൽ പ്ലസ് V1 അതാണ് ഉപയോഗിക്കുന്നത്. നിനക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയുമെങ്കിൽ നിനക്ക് കൂടുതൽ നല്ല ജോലി ലഭിക്കുമായിരുന്നു. ഇവിടെ നമ്മൾ സംസാരിക്കുന്ന ഒരു അൺറിയൽ സിറ്റുവേഷനെ കുറിച്ചാണ്. അതായത് അറിയില്ല, ഈ ആൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയില്ല, പക്ഷെ നമ്മൾ പറയുകയാണ്. നേരത്തെ നമ്മൾ സംസാരിച്ചത് റിയൽ ആയൊരു സിറ്റുവേഷൻ, പോസിബിൾ ആയൊരു സിറ്റുവേഷനെ കുറിച്ചായിരുന്നു. അതായത് നീ ഇംഗ്ലീഷ് പഠിക്കുകയാണെങ്കിൽ നിനക്ക് നല്ലൊരു ജോലി ലഭിക്കുമെന്ന്. ഇവിടെ അറിയാത്ത ഒരാളെ കുറിച്ചാണ് പറയുന്നത്. നമുക്കിവിടെ ടൈപ്പ് 2 കണ്ടീഷണൽ യൂസ് ചെയ്യാം. നമ്മളപ്പോൾ യൂസ് ചെയ്യുക ഈഫ് ക്ലോസിൽ സിമ്പിൾ പാസ്റ്റ് ഉപയോഗിക്കും. മെയിൻ ക്ലോസിൽ നമ്മൾ വുഡ് പ്ലസ് V1 അതാണ് യൂസ് ചെയ്യുക. നിനക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയുമെങ്കിൽ ഇഫ് യു സ്പോക്ക് ഇംഗ്ലീഷ്, സ്പീക്ക് എന്നതിൻ്റെ പാസ്റ്റ് സിമ്പിൾ ഫോം ആണ് സ്പോക്ക്. നിനക്ക് കൂടുതൽ നല്ല ജോലി ലഭിക്കുമായിരുന്നു. യു വുഡ് ഗെറ്റ് എ ബെറ്റർ ജോബ് എന്ന് പറയാം, അല്ലെങ്കിൽ എന്ത് പറയാം? യു കുഡ് ഗെറ്റ് എ ബെറ്റർ ജോബ് എന്ന് പറയാം. ഇഫ് യു സ്പോക്ക് ഇംഗ്ലീഷ് യു വുഡ് ഗെറ്റ് എ ബെറ്റർ ജോബ്. നമുക്ക് ഇഫിനെ ആദ്യം ഉപയോഗിക്കാം, അവസാനം ഉപയോഗിക്കാം. വുഡിന് പകരം നമുക്കിവിടെ കുഡ് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. യു കുഡ് ഗെറ്റ് എ ബെറ്റർ ജോബ് ഇഫ് യു സ്പോക്ക് ഇംഗ്ലീഷ്. ഇത് ടൈപ്പ് 2 കണ്ടീഷണൽ ആണ്. എനിക്ക് ഇവിടെ സുഹൃത്തുക്കൾ ആരുമില്ല. ഐ ഹാവ് നോ ഫ്രണ്ട്സ് ഹിയർ. ഉണ്ട് എന്ന് പറയാനും ഇല്ല എന്ന് പറയാനൊക്കെ നമ്മൾ ഹാവ് ആണ് യൂസ് ചെയ്യുന്നത്. ഐ ഹാവ് നോ ഫ്രണ്ട്സ് ഹിയർ എന്ന് പറഞ്ഞാൽ എനിക്കിവിടെ ഫ്രണ്ട്സ് ഇല്ല. ഐ ഹാവ് ഫ്രണ്ട്സ് ഹിയർ എന്ന് പറഞ്ഞാൽ എനിക്കിവിടെ ഫ്രണ്ട്സ് ഉണ്ട്. ഐ ഹാവ് നോ ഫ്രണ്ട്സ് എന്നതിന് പകരം നമുക്ക് ഐ ഡോണ്ട് ഹാവ് എനി ഫ്രണ്ട്സ് അങ്ങനെയും പറയാവുന്നതാണ്. ഐ ഹാവ് നോ ഫ്രണ്ട്സ് ഹിയർ അല്ലെങ്കിൽ ഐ ഡോണ്ട് ഹാവ് എനി ഫ്രണ്ട്സ് ഹിയർ. ഐ ഡോണ്ട് ഹാവിന് ശേഷം പിന്നെ എനിയാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ അവിടെ നോ എന്ന് ഉപയോഗിക്കരുത്. ഡോണ്ടിൽ തന്നെ ഒരു നോ ഉണ്ട്. ഐ ഡോണ്ട് ഹാവ് എനി ഫ്രണ്ട്സ് ഹിയർ. എനിക്ക് കൂടുതൽ ആളുകളെ അറിയുമായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. ഇതെൻ്റെ ഒരു റിഗ്രറ്റ് ആണ്. എനിക്കിവിടെ കാര്യമായിട്ട് ആരെയും അറിയില്ല. കുറച്ചുകൂടി പരിചയക്കാരുണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു എന്നാണ് ഞാൻ പറയുന്നത്. നമുക്ക് ഐ വിഷ് ഉപയോഗിച്ച് പറയാം. ഐ വിഷ് ഐ ന്യൂ മോർ പീപ്പിൾ. എനിക്ക് കൂടുതൽ ആളുകളെ അറിയാമായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. ഐ വിഷിന് ശേഷം നമ്മൾ ഉപയോഗിച്ചത് സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ്. ഐ നോ എന്നല്ല പറയുന്നത്, ഐ ന്യൂ എന്നാണ്. കൂടുതൽ ആളുകളെ അറിഞ്ഞിരുന്നെങ്കിൽ നന്നായിരുന്നു. നമുക്കിത് തന്നെ ഈഫ് ഉപയോഗിച്ചും പറയാം. ഇറ്റ് വുഡ് ബി ഗുഡ് അല്ലെങ്കിൽ ഇറ്റ് വുഡ് ബി ഗ്രേറ്റ് ഇഫ് ഐ ന്യൂ മോർ പീപ്പിൾ. ടൈപ്പ് 2 കണ്ടീഷണൽ ആണ് കേട്ടോ അപ്പോൾ അവിടെ യൂസ് ചെയ്യുന്നത്. ഈ ഐ വിഷ് ഐ ന്യൂ മോർ പീപ്പിൾ എന്നത് ടൈപ്പ് 2 കണ്ടീഷണലിന് ഈക്വൽ ആയ ഒരു കൺസ്ട്രക്ഷൻ ആണ്. ടൈപ്പ് 2 കണ്ടീഷണൽ ആകുമ്പോൾ നമ്മളവിടെ ഉപയോഗിക്കുക സിമ്പിൾ പാസ്റ്റും വുഡ് പ്ലസ് V1 ആണ്. ഐ വിഷിന് ശേഷം നമ്മൾ ഉപയോഗിച്ചത് സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ്. ഐ വിഷ് ഐ ന്യൂ മോർ പീപ്പിൾ അല്ലെങ്കിൽ ഇറ്റ് വുഡ് ബി നൈസ് അല്ലെങ്കിൽ ഇറ്റ് വുഡ് ബി ഗ്രേറ്റ് ഇഫ് ഐ ന്യൂ മോർ പീപ്പിൾ. എനിക്ക് കൂടുതൽ ആളുകളെ അറിയാമായിരുന്നെങ്കിൽ നന്നായിരുന്നു. എനിക്ക് ഛർദ്ദിക്കാൻ വരുന്നു. എനിക്ക് ഛർദ്ദിക്കാൻ വരുന്നു എന്നതിന് ഇംഗ്ലീഷിൽ പറയുക പൊതുവെ ഐ ആം സിക്ക് എന്നാണ്, അല്ലെങ്കിൽ ഐ ആം ഫീലിംഗ് സിക്ക്. നമ്മൾ സിക്ക് എന്നതിന് അസുഖമുണ്ട് എന്നൊരർത്ഥം കൂടിയുണ്ട്. പക്ഷെ പൊതുവെ ഐ ഫീൽ സിക്ക് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എനിക്ക് വൊമിറ്റ് ചെയ്യാൻ തോന്നുന്നു എന്നാണ്. ഞാൻ ഇത്രയധികം ഭക്ഷണം കഴിക്കാതിരുന്നെങ്കിൽ നന്നായിരുന്നു. ഞാൻ ഒരുപാട് ഭക്ഷണം കഴിച്ചു, പക്ഷെ ഇപ്പം ഞാനത് റിഗ്രറ്റ് ചെയ്യുന്നുണ്ട്. അത് ചെയ്യേണ്ടിയിരുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ നമ്മൾ സംസാരിക്കുന്നത് പാസ്റ്റിൽ സംഭവിച്ചു പോയ എന്നാൽ സംഭവിക്കരുതെന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യത്തിനെ കുറിച്ചാണ്. നേരത്തെ നമ്മൾ ഐ വിഷിന് ശേഷം ഉപയോഗിച്ചൊന്നും സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ചായിരുന്നില്ല. ഇപ്പോൾ ഐ വിഷ് ഐ ന്യൂ മോർ പീപ്പിൾ എന്ന് പറയുമ്പോൾ അതിനർത്ഥം എനിക്കിവിടെ അധികം ആളുകളെയൊന്നും അറിയില്ല, പക്ഷെ അറിഞ്ഞാൽ നന്നായിരുന്നു എന്നാണ്. അവിടെ ആക്ഷനൊന്നും ഉണ്ടായിട്ടില്ല. അതുപോലെ തന്നെ എനിക്ക് കൂടുതൽ നല്ല മെമ്മറി ഉണ്ടായിരുന്നെങ്കിൽ എന്ന് പറയുമ്പോഴും അവിടെയും ആക്ഷനൊന്നുമില്ല. നമ്മളുടെ ഒരു ആഗ്രഹം നമ്മൾ പറയുകയാണ്. അത് ആ സിറ്റുവേഷൻ അങ്ങനെ അല്ലായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ഭക്ഷണം അധികം കഴിച്ചു, അതൊരു റിയൽ സിറ്റുവേഷനാണ്. പക്ഷെ അത് അങ്ങനെ അല്ലായിരുന്നെങ്കിൽ എന്നാണ് നമുക്ക് പറയേണ്ടത്. ഒരു പാസ്റ്റ് റിഗ്രറ്റ് ആണ്. നേരത്തെയൊക്കെ പറഞ്ഞത് ഒരു പ്രസന്റ് റിഗ്രറ്റ് ആണ്. ഇപ്പം ഞാൻ റിഗ്രറ്റ് ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് നേരത്തെ പറഞ്ഞത്. ഇവിടെ അങ്ങനെയല്ല. പാസ്റ്റിൽ ചെയ്തിട്ട് പിന്നെ റിഗ്രറ്റ് ചെയ്യുന്ന ഒരു കാര്യത്തിനെ കുറിച്ചാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളിവിടെ ഉപയോഗിക്കുക സിമ്പിൾ പാസ്റ്റ് അല്ല, പാസ്റ്റ് പെർഫെക്റ്റ് ആണ്. ഐ വിഷ് ഐ ഹാഡിൻ ഈറ്റൺ സോ മച്ച് ഫുഡ്.
ഐ ഫീൽ സിക്ക്. ഐ വിഷ് ഐ ഹാഡ് ഇൻ ഈറ്റൺ സോ മച്ച്. ഐ ഡിഡിൻ ഈറ്റ് എന്നല്ല പറയുന്നത്. ഡിഡിൻ ഈറ്റ് സിമ്പിൾ പാസ്റ്റ് ടെൻസിലാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. ഹാഡ് ഇൻ ഈറ്റൺ ഇത് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിലാണ്. നിങ്ങൾക്ക് സിമ്പിൾ പാസ്റ്റിൻ്റെയും പാസ്റ്റ് പെർഫെക്റ്റിൻ്റെയും ഒക്കെ ഫോം അറിയാം എന്നൊരു ഐഡിയയിലാണ് ഞാനിത് പറയുന്നത്. നമ്മളുടെ നേരത്തെ ക്ലാസ്സുകളിലെല്ലാം ഇത് ഒരുപാട് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. വീണ്ടും ആവർത്തിക്കുന്നത് വീഡിയോ പതിവായി കാണുന്നവർക്കും ബോറായി തോന്നും. അതുകൊണ്ട് ഞാനത് വീണ്ടും പറയുന്നില്ല. പാസ്റ്റ് പെർഫെക്റ്റിൻ്റെ ഫോം എന്ന് പറയുന്നത് ഹാഡ് പ്ലസ് V3 ആണ്. സിമ്പിൾ പാസ്റ്റിൽ നമ്മൾ ക്വസ്റ്റ്യനോ നെഗറ്റീവോ ഉണ്ടാക്കാൻ ഡിഡ് പ്ലസ് V1 ആണ് യൂസ് ചെയ്യുക. ഐ വിഷ് ഐ ഡിഡിൻ ഈറ്റ് സോ മച്ച് എന്നല്ല നമ്മളിവിടെ പറയുന്നത്. ഐ വിഷ് ഐ ഹാഡ് ഇൻ ഈറ്റൺ സോ മച്ച് എന്നാണ്. കഴിഞ്ഞു പോയൊരു കാര്യമാണ്, അത് ഞാനിപ്പോൾ റിഗ്രറ്റ് ചെയ്യുന്നു. നിലവിലുള്ള ഒരു സിറ്റുവേഷൻ റിഗ്രറ്റ് ചെയ്യുന്നതല്ല പറയേണ്ടത്. അതിന് നമ്മൾ സിമ്പിൾ പാസ്റ്റ് ആണ് ഉപയോഗിക്കുക. ഇത് നേരത്തെ സംഭവിച്ചു പോയൊരു കാര്യം ഞാൻ റിഗ്രറ്റ് ചെയ്യുന്നു എന്ന് പറയുന്നതിന് വേണ്ടിയാണ് ഇവിടെ പാസ്റ്റ് പെർഫെക്റ്റ് ഉപയോഗിക്കുന്നത്. ഐ വിഷ് ഐ ഹാഡ് ഇൻ ഈറ്റൺ സോ മച്ച്. ഞാൻ പഠനം പൂർത്തിയാക്കിയിരുന്നെങ്കിൽ. ഞാൻ പഠനം പൂർത്തിയാക്കിയില്ല. പാസ്റ്റിൽ നടന്നൊരു കാര്യമാണ്. ഇപ്പം പക്ഷെ ഞാനത് റിഗ്രറ്റ് ചെയ്യുന്നുണ്ട്. ഒരു പാസ്റ്റ് റിഗ്രറ്റ് ആണ്. പാസ്റ്റിലല്ല, ഇപ്പോഴും റിഗ്രറ്റ് ചെയ്യുന്നുണ്ട്. നേരത്തെ ചെയ്തു പോയ അല്ലെങ്കിൽ ചെയ്യാതെ പോയ ഒരു കാര്യത്തിനെ കുറിച്ച് റിഗ്രറ്റ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ഐ വിഷിന് ശേഷം ഉപയോഗിക്കുക പാസ്റ്റ് പെർഫെക്റ്റ് ആണ്. ഐ വിഷ് ഐ ഹാഡ് കംപ്ലീറ്റഡ് മൈ ഡിഗ്രി, അല്ലെങ്കിൽ ഐ വിഷ് ഐ ഹാഡ് ഫിനിഷ്ഡ് മൈ ഡിഗ്രി. അതും അല്ലെങ്കിൽ ഐ വിഷ് ഐ ഹാഡ് കംപ്ലീറ്റഡ് മൈ സ്റ്റഡീസ്. സ്റ്റഡീസ് എന്ന് പറയുന്നത് ഒരു പ്ലൂറൽ നൗൺ ആണ്. സ്റ്റഡി എന്നത് വെർബാണ്. നമ്മൾ അതിൻ്റെ നൗൺ ഫോമായി യൂസ് ചെയ്യുന്നത് സ്റ്റഡീസ് ആണ്, സ്റ്റഡി അല്ല കേട്ടോ. ഐ വിഷ് ഐ ഹാഡ് കംപ്ലീറ്റഡ് മൈ സ്റ്റഡീസ്. കംപ്ലീറ്റഡ് എന്നതിന് പകരം നമുക്ക് ഫിനിഷ്ഡ് എന്നും പറയാം. ഐ വിഷ് ഐ ഹാഡ് കംപ്ലീറ്റഡ് മൈ സ്റ്റഡീസ്, അല്ലെങ്കിൽ ഐ ഹാഡ് ഫിനിഷ്ഡ് മൈ ഡിഗ്രി. ഐ വിഷിന് ശേഷം നമ്മളിവിടെ ഉപയോഗിക്കുന്ന സിമ്പിൾ പാസ്റ്റ് അല്ല, പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ്. നമുക്കിത് തന്നെ വേറൊരു രീതിയിലും പറയാം. ഐ വിഷ് ഐ ഹാഡ് ഇൻ ഡ്രോപ്പ്ഡ് ഔട്ട് ഓഫ് കോളേജ്, അല്ലെങ്കിൽ സ്കൂളിൽ നിന്ന് അല്ലെങ്കിൽ കോളേജിൽ നിന്ന് ഡ്രോപ്പ് ഔട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം പഠനം നിർത്തി, പഠനം മതിയാക്കി വേറെ എന്തെങ്കിലും ചെയ്യാൻ പോവുക എന്നാണ്. ഐ വിഷ് ഐ ഹാഡ് ഇൻ ഡ്രോപ്പ്ഡ് ഔട്ട് ഓഫ് കോളേജ്. ഞാൻ കോളേജിൽ നിന്ന് ഡ്രോപ്പ് ഔട്ട് ചെയ്തിട്ടില്ലെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന്. ഞാനിപ്പോൾ റിഗ്രറ്റ് ചെയ്യുകയാണ്, ഞാനത് ചെയ്യേണ്ടിയിരുന്നില്ല എന്ന്. നേരത്തെ പറഞ്ഞ സെൻറ്റൻസിൻ്റെ ഏകദേശം മീനിങ് തന്നെയാണ് അവസാനം പറഞ്ഞ സെൻറ്റൻസിനും. നമ്മൾ ഡ്രോപ്പ് ഔട്ട് ചെയ്യുമ്പോൾ അതിനർത്ഥം നമ്മൾ പഠനം പൂർത്തിയാക്കിയില്ല എന്ന് തന്നെയാണ്. ഒരേ കാര്യം പറയാനുള്ള ഡിഫറെൻറ്റ് മെത്തേഡ്സ് അത്രയേ ഉള്ളൂ. ഉപയോഗിക്കുന്നത് ഐ വിഷിന് ശേഷം പാസ്റ്റ് പെർഫെക്റ്റ് ആണെന്ന് ശ്രദ്ധിക്കുക. നേരത്തെ നമ്മൾ ചെയ്ത ഇപ്പോൾ റിഗ്രറ്റ് ചെയ്യുന്ന കാര്യത്തിനെ കുറിച്ചാണ് ഇപ്പോൾ പറയുന്നത്. അവൾ പരീക്ഷ ജയിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇതൊരു റിയൽ ആയ സിറ്റുവേഷനാണ്. അവൾ നല്ല പഠിക്കുന്ന കുട്ടിയായിരിക്കാം. ജയിക്കുന്നത് തന്നെയാണ് എൻ്റെ ഹോപ്പ്. നമ്മളിതിന് പറയുക ഐ വിഷ് എന്നല്ല, അതിന് പകരം നമ്മൾ ഉപയോഗിക്കുക ഐ ഹോപ്പ് എന്നാണ്. സംഭവിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളെക്കുറിച്ച് പറയാൻ വിഷ് ഉപയോഗിക്കരുത്. വിഷ് നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മുടെ റിഗ്രറ്റ്സിനെ കുറിച്ച് പറയാനാണ്. അതായത് അങ്ങനെ അല്ലായിരുന്നെങ്കിൽ, അത് സംഭവിച്ചില്ലായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു, അതെല്ലാം പറയുന്നതിന് വേണ്ടിയാണ് നമ്മൾ വിഷ് ഉപയോഗിക്കുന്നത്. ഇപ്പം സംഭവിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളെക്കുറിച്ച് പറയാം, അല്ലെങ്കിൽ സംഭവിക്കണമെന്ന് ഇപ്പം നമ്മൾ ഒരുപാട് ആഗ്രഹിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറയാൻ ഞാൻ പ്രതീക്ഷിക്കുന്നു എന്ന അർത്ഥത്തിൽ ഹോപ്പാണ് യൂസ് ചെയ്യുക. അവൾ പരീക്ഷ ജയിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഐ ഹോപ്പ് ഷീ പാസസ് ഹെർ എക്സാം. ഐ ഹോപ്പിന് ശേഷം നമ്മൾ ഉപയോഗിക്കുന്നത് പ്രസൻറ്റ് ടെൻസ് ആണ്, പാസ്റ്റ് ടെൻസ് അല്ല. ഐ ഹോപ്പ് ഷീ പാസസ് ഹെർ എക്സാം. ഐ ഹോപ്പ് ഷീ പാസ്ഡ് ഹെർ എക്സാം എന്നല്ല. ഐ വിഷ് ഷീ ഹാഡ് പാസ്ഡ് ഹെർ എക്സാം എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അവൾ പരീക്ഷ ജയിച്ചില്ല, പക്ഷെ ജയിച്ചിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്നാണ് അതിനർത്ഥം. ഇവിടെ അവൾ പരീക്ഷ എഴുതിയിട്ടുണ്ട്, റിസൾട്ട് വന്നിട്ടില്ല. അവൾ ജയിക്കുമെന്നുള്ളൊരു ഹോപ്പിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഐ ഹോപ്പ് ഷീ പാസസ് ഹെർ എക്സാം. പ്രസൻറ്റ് ടെൻസ് ആണ് ഉപയോഗിക്കുന്നത്, ശ്രദ്ധിക്കണം. അവൾക്ക് വേഗം സുഖമാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇതും റിയൽ ആയ പോസിബിൾ ആയ ഒരു സിറ്റുവേഷനെ കുറിച്ചാണ് പറയുന്നത്. വിഷ് അല്ല നമ്മൾ യൂസ് ചെയ്യുന്നത്, അതിന് പകരം നമ്മൾ ഉപയോഗിക്കുന്നത് ഹോപ്പാണ്. ഐ ഹോപ്പ് ഷീ ഗെറ്റ്സ് ബെറ്റർ സൂൺ. അവൾക്ക് പെട്ടെന്ന് തന്നെ സുഖമാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഐ ഹോപ്പ് ഷീ ഗെറ്റ്സ് ബെറ്റർ സൂൺ. ഐ ഹോപ്പിന് ശേഷം നമ്മളിവിടെ ഉപയോഗിച്ചത് സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്. അസുഖം ഭേദമാവുന്നതിനാണ് നമ്മൾ പറയാം ഗെറ്റ് ബെറ്റർ എന്ന്. നീ നിന്റെ റൂം വൃത്തിയാക്കാറായിരിക്കുന്നു. അതായത് ഒരാളൊരു കാര്യം ചെയ്യാൻ ഒരുപാട് വൈകി, ചെയ്യേണ്ട സമയം അതിക്രമിച്ച് കടന്നിരിക്കുന്നു എന്നൊക്കെ പറയാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു എക്സ്പ്രഷനാണ് ഇറ്റ് ഈസ് ടൈം, അല്ലെങ്കിൽ നമ്മൾ എന്ത് പറയും, ഇറ്റ് ഈസ് ഹൈ ടൈം, രണ്ടും പറയാം. ഇറ്റ് ഈസ് ടൈമിന് ശേഷം അല്ലെങ്കിൽ ഇറ്റ് ഈസ് ഹൈ ടൈമിന് ശേഷം നമ്മൾ ഉപയോഗിക്കുക പാസ്റ്റ് ടെൻസ് ആണ്. ഇറ്റ് ഈസ് ടൈം യു ക്ലീൻഡ് യുവർ റൂം. നിന്റെ റൂം നീ വൃത്തിയാക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു, അതിക്രമിച്ചിരിക്കുന്നു, എപ്പോഴേ വൃത്തിയാക്കേണ്ടതായിരുന്നു എന്നർത്ഥം. നമുക്ക് ഇത് തന്നെ ഒരു ടു ഇൻഫിനിറ്റീവ് ഉപയോഗിച്ചും പറയാം. അങ്ങനെ ആകുമ്പോൾ നമ്മളിത് ഇങ്ങനെ പറയാം, ഇറ്റ് ഈസ് ടൈം ഫോർ യു ടു ക്ലീൻ യുവർ റൂം. അങ്ങനെ പറയാവുന്നതാണ്. നമ്മളിവിടെ ആ സ്ട്രക്ചർ അല്ല ഇവിടെ ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത്.
ഇറ്റ് ഈസ് ടൈം യു ക്ലീൻഡ് യുവർ റൂം. നിന്റെ റൂം നീ വൃത്തിയാക്കേണ്ട സമയം കഴിഞ്ഞു, അത് നേരത്തെ തന്നെ ചെയ്യേണ്ടതായിരുന്നു. ഇറ്റ് ഈസ് ടൈമിന് ശേഷം നമ്മൾ ഉപയോഗിക്കുന്ന പാസ്റ്റ് ടെൻസ് ആണ്, പക്ഷെ പറയുന്നത് പ്രസന്റിനെ കുറിച്ചും ഫ്യൂച്ചറിനെ കുറിച്ചുമാണ്. നമ്മളിങ്ങനെ ഇംഗ്ലീഷിൽ പലപ്പോഴും പാസ്റ്റ് ടെൻസ് യൂസ് ചെയ്യുന്നത് പ്രസന്റിനെ കുറിച്ച് പറയുന്നതിന് വേണ്ടിയാണ്. അത് തന്നെ പ്രസന്റ് ടെൻസസ് പലപ്പോഴും പാസ്റ്റിനെ കുറിച്ച് പറയുന്നതിന് വേണ്ടിയും യൂസ് ചെയ്യാറുണ്ട്. ഈ സ്ട്രക്ചേഴ്സ് എല്ലാം ഓർത്തിരിക്കുക. ഇത് നമ്മൾ സംസാരിക്കുമ്പോൾ എഴുതുമ്പോഴൊക്കെ കോമൺ ആയി വരുന്ന സ്ട്രക്ചേഴ്സ് ആണ്. ഐ വിഷ്, ഐ ഹോപ്പ്, ഇറ്റ് ഈസ് ടൈം, അതുപോലെ തന്നെ ഈഫ് ക്ലോസസ്, ഇതെല്ലാം നമ്മൾ സർവ്വസാധാരണയായി ഉപയോഗിക്കുന്നതാണ്. ഇതിലൊക്കെ ഉപയോഗിക്കുന്ന ടെൻസസ് ഏതാ എന്ന് നിങ്ങൾക്ക് അറിയണം. അതുകൊണ്ട് ഇതെല്ലാം ഓർത്ത് വെക്കാം. നീ അവളോട് സംസാരിക്കാതിരിക്കുന്നതാണ് എനിക്കിഷ്ടം. ഞാനിവിടെ പറയുന്നത് എൻ്റെ ഒരു പ്രിഫറൻസ് ആണ്. നീ അവളോട് സംസാരിക്കരുത്, അതാണ് എൻ്റെ താല്പര്യം എന്നാണ് പറയുന്നത്. എനിക്ക് അതാണ് ഇഷ്ടം അല്ലെങ്കിൽ ഇതാണ് ഇഷ്ടം, നീ അത് ചെയ്യാതിരിക്കുന്നതാണ് ഇഷ്ടം, ഇതെല്ലാം പറയാൻ നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു കൺസ്ട്രക്ഷനാണ് വുഡ് റാദർ. ഐ വുഡ് റാദർ. അതിനുശേഷം പിന്നെ ആ വ്യക്തി എന്ത് ചെയ്യരുത് എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നതെങ്കിൽ അതാണ് അവിടെ പറയുക. ഐ വുഡ് റാദർ, നീ സംസാരിക്കാതിരിക്കുന്നതാണ് എനിക്കിഷ്ടം എന്നല്ലേ പറയേണ്ടത്. അപ്പം നമ്മളവിടെ യു ആദ്യം ഉപയോഗിക്കും. ഐ വുഡ് റാദർ യു ഡിഡിൻറ്റ് ടോക്ക് ടു ഹെർ. ഐ വുഡ് റാദറിന് ശേഷം നമ്മൾ ഉപയോഗിക്കുന്നത് പാസ്റ്റ് ടെൻസ് ആണ്. നമ്മൾ സംസാരിക്കുന്നത് പ്രസന്റിനെ കുറിച്ചോ ഫ്യൂച്ചറിനെ കുറിച്ചോ ആണ്. നീ ഇപ്പോഴല്ലെങ്കിൽ ഭാവിയിൽ അവളോട് സംസാരിക്കാതിരിക്കുന്നതാണ് എനിക്കിഷ്ടം എന്നാണ് പറയേണ്ടത്. അതിനുവേണ്ടി നമ്മളിവിടെ ഉപയോഗിച്ചത് ഡിഡിൻറ്റ് ടോക്ക് എന്ന പാസ്റ്റ് ടെൻസിലുള്ള വെർബാണ്. ഐ വുഡ് റാദർ യു ഡിഡിൻറ്റ് ടോക്ക് ടു ഹെർ. വുഡ് റാദറിന് ശേഷം ഒരു ഒബ്ജക്റ്റ് വരുമ്പോഴാണ് കേട്ടോ പിന്നെ നമ്മൾ പാസ്റ്റ് ടെൻസ് യൂസ് ചെയ്യുന്നത്. ഐ വുഡ് റാദർ യു ഡിഡിൻറ്റ് ടോക്ക് ടു ഹെർ. ഐ വുഡ് റാദർ യു ഡോണ്ട് ടോക്ക് എന്നല്ല പറയുന്നത്, ഐ വുഡ് റാദർ യു ഡിഡിൻറ്റ് ടോക്ക് എന്നാണ് പറയുന്നത്. പക്ഷെ സംസാരിക്കുന്നത് പ്രസന്റിനെ കുറിച്ച് അല്ലെങ്കിൽ ഫ്യൂച്ചറിനെ കുറിച്ചാണ്. ഉപയോഗിച്ച വെർബ് പാസ്റ്റ് ടെൻസിലാണ്. എനിക്ക് കുറച്ചുകൂടി ഭംഗിയുള്ള ഒരു മുഖം ഉണ്ടായിരുന്നെങ്കിൽ, റിഗ്രറ്റ് ആണ്. എനിക്ക് സൗന്ദര്യം പോരാ എന്ന് എനിക്ക് തോന്നുന്നു, പക്ഷെ അത് അങ്ങനെ അല്ലായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. നമ്മൾ ഏത് സ്ട്രക്ചർ അവിടെ യൂസ് ചെയ്യാം? ഇത് നമുക്ക് ഐ വിഷ് ഉപയോഗിച്ച് പറയാം, അല്ലെങ്കിൽ നമുക്ക് ഈഫ് ഓൺലി ഉപയോഗിച്ച് പറയാം. ഐ വിഷ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഇങ്ങനെയാണ് പറയാം. ഐ വിഷ് ഐ ഹാഡ് എ പ്രെറ്റിയർ ഫേസ്. ഐ വിഷിന് ശേഷം നമ്മളിവിടെ പാസ്റ്റ് ടെൻസ് ആണ് ഉപയോഗിച്ചത്, സിമ്പിൾ പാസ്റ്റ് ആണ് ഉപയോഗിച്ചത്. ഹാഡ് കണ്ടതുകൊണ്ട് പാസ്റ്റ് പെർഫെക്റ്റ് ആണെന്ന് കരുതരുത്. ഹാഡിന് ശേഷം ഒരു V3 വരുമ്പോൾ മാത്രമാണ് അത് പാസ്റ്റ് പെർഫെക്റ്റ് ആവുന്നത്. ഹാഡ് മാത്രമാണെങ്കിൽ ആ സെൻറ്റൻസ് സിമ്പിൾ പാസ്റ്റ് ടെൻസിലാണ്. ഐ വിഷ് ഐ ഹാഡ് എ പ്രെറ്റിയർ ഫേസ്. എനിക്ക് കൂടുതൽ ഭംഗിയുള്ളൊരു മുഖം ഉണ്ടായിരുന്നെങ്കിൽ. നമുക്ക് ഇത് തന്നെ ഈഫ് ഓൺലി ഉപയോഗിച്ചും പറയാം. ഐ വിഷിന് പകരമാണ് നമ്മളവിടെ ഈഫ് ഓൺലി യൂസ് ചെയ്യുന്നത്. ഇതിങ്ങനെയാണ് പറയുക. ഈഫ് ഓൺലി ഐ ഹാഡ് എ പ്രെറ്റിയർ ഫേസ്. നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, ഐ വിഷിന് പകരം നമ്മൾ ഈഫ് ഓൺലി ഉപയോഗിച്ച് വേറെ വ്യത്യാസമൊന്നുമില്ല. അതിനുശേഷം ഉപയോഗിക്കുന്നത് സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ്. ഈഫ് ഓൺലി ഐ ഹാഡ് എ പ്രെറ്റിയർ ഫേസ്. എനിക്ക് കൂടുതൽ നല്ലൊരു മുഖം ഉണ്ടായിരുന്നെങ്കിൽ. ഐ വിഷ് ഐ ഹാഡ് എ പ്രെറ്റിയർ ഫേസ്. ഹോപ്പ് യൂസ് ചെയ്യരുത്. എനിക്ക് പറക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ. അൺറിയൽ ആയ ഒരു ആഗ്രഹമാണ്. നമുക്ക് ആർക്കും പറക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ നമ്മളിത് പറയുന്നത് ഹോപ്പ് ഉപയോഗിച്ചല്ല, വിഷ് ഉപയോഗിച്ചാണ്, അല്ലെങ്കിൽ ഈഫ് ഓൺലി ഉപയോഗിച്ചാണ്. ഐ വിഷ് പോലെ തന്നെ ഈഫ് ഓൺലിയും നമ്മൾ ഉപയോഗിക്കുന്നത് സംഭവിക്കാൻ ഒട്ടും സാധ്യതയില്ലാത്ത അൺറിയലിസ്റ്റിക് ആയ നമ്മളുടെ ആഗ്രഹങ്ങളെക്കുറിച്ചും എക്സ്പെക്ടേഷൻസിനെ കുറിച്ചും ഒക്കെ പറയുന്നതിന് വേണ്ടിയാണ്. എനിക്ക് പറക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ. ഐ വിഷ് ഐ കുഡ് ഫ്ലൈ, അല്ലെങ്കിൽ ഈഫ് ഓൺലി ഐ കുഡ് ഫ്ലൈ. എനിക്ക് പറക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. ക്യാൻ എന്ന വെർബിന്റെ പാസ്റ്റ് സിമ്പിൾ ഫോമാണ് കുഡ്. അപ്പോൾ ഇവിടെ ഐ വിഷിന് ശേഷം നമ്മൾ ഉപയോഗിച്ചത് പാസ്റ്റ് ടെൻസ് തന്നെയാണ്. ഐ വിഷ് ഐ ക്യാൻ ഫ്ലൈ എന്നല്ല പറയുന്നത്, ഐ വിഷ് ഐ കുഡ് ഫ്ലൈ. എനിക്ക് പറക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ. എനിക്ക് കൂടുതൽ പണം ഉണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായേനെ. ഇതും റിഗ്രറ്റ് ആണ്. കൂടുതൽ പണം, മോർ മണി. ഐ വിഷ് ഐ ഹാഡ് മോർ മണി. എനിക്ക് കൂടുതൽ പണം ഉണ്ടായിരുന്നെങ്കിൽ എത്ര നന്നാവുമായിരുന്നു. ഐ വിഷ് ഐ ഹാഡ് മോർ മണി. കൂടുതൽ പണം. ഐ വിഷിന് ശേഷം നമ്മൾ ഉപയോഗിച്ചത് സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ്. ഹാഡ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. നിനക്ക് വീട്ടിൽ പോവേണ്ട സമയമായിരിക്കുന്നു. ഒരു കാര്യം ചെയ്യേണ്ട സമയമായിരിക്കുന്നു എന്ന് പറയാൻ നമ്മൾ ഏത് സ്ട്രക്ചർ യൂസ് ചെയ്യും? നമുക്ക് ഇറ്റ് ഈസ് ടൈം ഉപയോഗിക്കാം. ഇറ്റ് ഈസ് ടൈം യു വെൻറ്റ് ഹോം. ഇറ്റ് ഈസ് ടൈമിന് ശേഷം ഒബ്ജക്റ്റ് വരും. അതിനുശേഷം പിന്നെ ഉപയോഗിക്കുന്നത് പാസ്റ്റ് ടെൻസ് ആണ്. അവരത് ചെയ്യണം എന്നാണ് നമ്മൾ പറയുന്നത്. നീ വീട്ടിൽ പോകണം. ഇറ്റ് ഈസ് ടൈം യു വെൻറ്റ് ഹോം. ഇറ്റ് ഈസ് ടൈമിന് ശേഷം നമ്മൾ ഉപയോഗിക്കുന്നത് സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ്. നമുക്ക് ഇത് തന്നെ പ്രസന്റ് ടെൻസ് ഉപയോഗിച്ചും പറയാം. ഇറ്റ് ഈസ് ടൈം ഫോർ യു ടു ഗോ ഹോം. അങ്ങനെയും പറയാവുന്നതാണ്. അതുപോലെ തന്നെ ഇപ്പോൾ അസുഖമുള്ള ഒരാൾ ഡോക്ടറെ അടുത്ത് പോകുന്നില്ല, നമ്മൾ അവരെ നിർബന്ധിക്കണം. അതായത് ഡോക്ടറെ എപ്പോഴേ നീ കാണേണ്ടതായിരുന്നു എന്ന് പറയണമെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഇറ്റ് ഈസ് ടൈം യു കൺസൾട്ടഡ് എ ഡോക്ടർ. നീ ഒരു ഡോക്ടറെ കാണേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു, നേരത്തെ തന്നെ കാണേണ്ടതായിരുന്നു. ഇറ്റ് ഈസ് ടൈം യു കൺസൾട്ടഡ് എ ഡോക്ടർ, അല്ലെങ്കിൽ ഇറ്റ് ഈസ് ടൈം യു സോ എ ഡോക്ടർ. അതും അല്ലെങ്കിൽ ഇറ്റ് ഈസ് ടൈം യു വെന്റ് ടു എ ഡോക്ടർ. ഒരു ഡോക്ടറെ അടുത്ത് പോകേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു, നേരത്തെ തന്നെ ചെയ്യേണ്ടതാണ്. താൻ തെറ്റ് ചെയ്തിട്ടില്ലെന്ന് അവൻ പറഞ്ഞു. ഹി സെഡ്. താൻ തെറ്റുകാരനല്ല എന്നാണ് അവൻ പറയുന്നത്. അവൻ എന്താവും പറഞ്ഞിട്ടുണ്ടായിരിക്കുക? ഐ എം നോട്ട് ഗിൽറ്റി. അതല്ലേ അവൻ പറഞ്ഞിട്ടുണ്ടാവുക? ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല.
നമ്മളത് റിപ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഉപയോഗിക്കുക ഹീ ഈസ് നോട്ട് ഗിൽറ്റി എന്നല്ല നമ്മൾ പറയുക ഹീ വാസ് നോട്ട് ഗിൽറ്റി എന്നാണ്. ഇവിടെ മെയിൻ വെർബ് ഹീ സെഡ് സിമ്പിൾ പാസ്റ്റ് ടെൻസിലാണ്. ഇങ്ങനെ മെയിൻ വെർബ് പാസ്റ്റ് ടെൻസിൽ വരുന്ന സമയത്ത് നമ്മൾ സബോർഡിനേറ്റ് ക്ലോസ് എന്ന് പറയുമ്പോൾ ഒരു കൺജങ്ഷനോ റിലേറ്റീവ് പ്രൊനൗണോ ഉപയോഗിച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന ക്ലോസ്. ഇവിടുത്തെ മെയിൻ ക്ലോസ് ഹീ സെഡ് ആണ്. സബോർഡിനേറ്റ് ക്ലോസ് ദാറ്റ് ഹി വാസ് നോട്ട് ഗിൽറ്റി ആണ്. മെയിൻ വെർബ് അതായത് മെയിൻ ക്ലോസിൽ ഉപയോഗിച്ചിട്ടുള്ളത് പാസ്റ്റ് ടെൻസിലുള്ള ഒരു വെർബ് ആണെങ്കിൽ നമുക്ക് സബോർഡിനേറ്റ് ക്ലോസിലും പാസ്റ്റ് ടെൻസിലുള്ള ഒരു വെർബ് തന്നെ വേണം. ഹി സെഡ് ദാറ്റ് ഹി വാസ് നോട്ട് ഗിൽറ്റി. ഹി സെഡ് ദാറ്റ് ഹി ഈസ് നോട്ട് ഗിൽറ്റി എന്നല്ല പറയുന്നത്. ഈസിൻ്റെ പാസ്റ്റ് സിമ്പിൾ ഫോം ആണ് വാസ്. അതാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ഹി സെഡ് ദാറ്റ് ഹി വാസ് നോട്ട് ഗിൽറ്റി. ഇതെപ്പോഴും ശ്രദ്ധിക്കണം. മെയിൻ ക്ലോസിലുള്ള വെർബ് പാസ്റ്റ് ടെൻസിലാണെങ്കിൽ സബോർഡിനേറ്റ് ക്ലോസസിലെല്ലാം നമ്മൾ പാസ്റ്റ് ടെൻസസ് തന്നെ യൂസ് ചെയ്യണം. മീനിങ്ങിനനുസരിച്ച് ഏത് പാസ്റ്റ് ടെൻസ് എന്നില്ല, പക്ഷെ ഒരു പാസ്റ്റ് ടെൻസ് തന്നെയാണ് അവിടെ യൂസ് ചെയ്യേണ്ടത്. ചില എക്സെപ്ഷൻസ് ഇതിനുണ്ട്. അതെല്ലാം കഴിഞ്ഞ ലെസണിൽ വളരെ ഡീറ്റെയിൽ ആയി തന്നെ പറയുന്നുണ്ട്. വീട്ടിൽ പോവട്ടെ എന്ന് അവൻ ചോദിച്ചു. ഹി ആസ്ക്ഡ്. അവൻ എന്താവും ചോദിച്ചിട്ടുണ്ടാവുക? ക്യാൻ ഐ ഗോ ഹോം എന്ന് ചോദിച്ചിട്ടുണ്ടാവും. അല്ലെങ്കിൽ എന്താവും ചോദിച്ചിട്ടുണ്ടാവുക? മേ ഐ ഗോ ഹോം എന്ന് ചോദിച്ചിട്ടുണ്ടാവും. ഇതല്ലേ അവൻ ചോദിച്ചിട്ടുണ്ടായിരിക്കുക. ക്യാൻ ഉപയോഗിച്ചിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ മേ ഉപയോഗിച്ചിട്ടുണ്ടായിരിക്കും. അവൻ ചോദിച്ചു എന്നാണ് പറയുന്നത്. ഹി ആസ്ക്ഡ് മെയിൻ വെർബ് പാസ്റ്റ് ടെൻസിലാണ്. പിന്നെ നമ്മൾ സബോർഡിനേറ്റ് ക്ലോസിൽ ക്യാനും മേയും ഒന്നും നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കില്ല. അതിന് പകരം ക്യാനിന് പകരം നമ്മൾ കുഡാണ് യൂസ് ചെയ്യുക. മേയ്ക്ക് പകരം നമ്മൾ മൈറ്റാണ് യൂസ് ചെയ്യുക. ഇതുപോലെ തന്നെ വീട്ടിൽ പോവട്ടെ എന്നവൻ ചോദിച്ചു. വീട്ടിൽ പോവട്ടെ ക്യാൻ ഐ ഗോ ഹോം എന്ന് പറയുമ്പോൾ അതെന്താണ്? അതൊരു എസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ് അല്ലേ? പോവട്ടെ എന്ന് ചോദിച്ചാൽ അതിന് ആൻസർ ആയിട്ട് ഒന്നുകിൽ എസ് വരും, അല്ലെങ്കിൽ നോ വരും. ഇങ്ങനെ ആൻസറായി എസ്സോ നോയോ വരുന്ന ക്വസ്റ്റ്യൻസിനാണ് നമ്മൾ എസ് ഓർ നോ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ഇങ്ങനെ ഒരു എസ് ഓർ നോ ക്വസ്റ്റ്യനെ നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത്, അതായത് അതിനെ ഒരു സെൻറ്റൻസിൻ്റെ ഭാഗമാക്കി, അതിനെ വേറെ ഒരു സെൻറ്റൻസിൻ്റെ ഭാഗമാക്കി മാറ്റുമ്പോൾ നമ്മളിവിടെ ഈഫ് അല്ലെങ്കിൽ വെദർ എന്നൊരു കൺജങ്ഷൻ ഉപയോഗിക്കും. നമ്മൾ പൊതുവെ ക്ലോസസിനെ കണക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു കൺജങ്ഷനാണ് ദാറ്റ്. പക്ഷെ എല്ലായ്പ്പോഴും നമുക്ക് ദാറ്റ് യൂസ് ചെയ്യാൻ സാധിക്കില്ല. ഷീ സെഡ് ദാറ്റ് ഷീ വുഡിൻ കം എന്ന് പറയുമ്പോൾ വരില്ലെന്ന് അവൾ പറഞ്ഞു. അവിടെ ആ എന്ന മീനിങ്ങിന് അവിടെ നമ്മൾ ദാറ്റാണ് ഉപയോഗിച്ചത്. പക്ഷേ ഒരു എസ് ഓർ നോ ക്വസ്റ്റ്യൻ റിപ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ദാറ്റ് അല്ല യൂസ് ചെയ്യുക, ഈഫ് അല്ലെങ്കിൽ വെദർ ആണ് യൂസ് ചെയ്യുക. ഹി ആസ്ക്ഡ് ഈഫ് ഹി കുഡ് ഗോ ഹോം അല്ലെങ്കിൽ ഹി മൈറ്റ് ഗോ ഹോം. അവൻ എന്താ ചോദിച്ചത്? വീട്ടിൽ പോവട്ടെ എന്നാണ് ചോദിച്ചത്. ഹി ആസ്ക്ഡ് ഈഫിന് പകരം നമുക്ക് വെദറും യൂസ് ചെയ്യാം കേട്ടോ. രണ്ടും ഉപയോഗിക്കാവുന്നതാണ്. വെദർ കുറച്ചുകൂടി ഫോർമലാണ്. ഹി ആസ്ക്ഡ് വെദർ ഹി മൈറ്റ് ഗോ ഹോം അല്ലെങ്കിൽ ഹി ആസ്ക്ഡ് ഈഫ് ഹി മൈറ്റ് ഗോ ഹോം. മൈറ്റിന് പകരം കുഡ് ഉപയോഗിക്കാവുന്നതാണ്. ഹി ആസ്ക്ഡ് വെദർ ഹി കുഡ് ഗോ ഹോം. ഇവിടെ 2-3 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒന്ന്, ക്യാൻ ഐ ഗോ ഹോം എന്നാണ് അവൻ ചോദിച്ചത്. അവൻ ചോദിക്കുമ്പോൾ അതിൽ ക്യാൻ ആണ് ആദ്യം വന്നത്. അത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ എപ്പോഴും ഓക്സിലറി ഉപയോഗിച്ചാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മളിവിടെ എഴുതിയതിൽ ഹി ആണ് ആദ്യം വന്നിട്ടുള്ളത്. അതായത് ഓക്സിലറി വന്നത് സബ്ജക്റ്റിന് ശേഷമാണ്. ഇതൊരു ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ആ ഡയറക്റ്റ് ക്വസ്റ്റ്യനെ മറ്റൊരു സെന്റൻസിന്റെ ഭാഗമാക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യനിൽ എപ്പോഴും ഓക്സിലറി വെർബ് സബ്ജക്റ്റിന് ശേഷമാണ് വരിക. ഹി ആസ്ക്ഡ് വെദർ കുഡ് ഹി എന്നല്ല നമ്മൾ പറയുന്നത്, വെദർ ഹി കുഡ് എന്നാണ്. ഈ മിസ്റ്റേക്ക് വരുത്തരുത്. ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻസിൽ എപ്പോഴും സബ്ജക്റ്റ് തന്നെയാണ് ആദ്യം വരിക, അതിനുശേഷമാണ് മോഡൽ ഓക്സിലറി വെർബ് വരെ. ഹി ആസ്ക്ഡ് വെദർ ഹി കുഡ് ഗോ ഹോം. നാളെ ബുദ്ധിമുട്ടാണ്. ഇപ്പം നമ്മൾ ഒരാളെ കാണാനോ അങ്ങനെ എന്തെങ്കിലും, അല്ലെങ്കിൽ ഒരു കാര്യം നാളെ ചെയ്തു തരാമോ എന്ന് ചോദിക്കുമ്പോൾ നമുക്കത് ബുദ്ധിമുട്ടാണ്, നാളെ പറ്റില്ല എന്നാണ് പറയേണ്ടതെങ്കിൽ നമ്മൾ എന്താ പറയുക? ടുമോറോ ഈസ് ഡിഫിക്കൽട്ട് എന്ന് പറയാം. നാളെ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ഇറ്റ് വിൽ നോട്ട് ഡു, അങ്ങനെയൊക്കെ നമുക്ക് പറയാവുന്നതാണ്. നാളെ ബുദ്ധിമുട്ടാണ്, നാളെ പറ്റില്ല. ടുമോറോ ഈസ് ഡിഫിക്കൽട്ട്. നിങ്ങൾ ഫ്രൈഡേ വരുന്നതാണ് എനിക്ക് സൗകര്യം. ഞാൻ അതാണ് പ്രിഫർ ചെയ്യുന്നത്. അതെങ്ങനെ പറയും? നമുക്ക് വുഡ് റാദർ യൂസ് ചെയ്യാം. ടുമോറോ ഈസ് ഡിഫിക്കൽട്ട്. ഐ വുഡ് റാദർ യു കെയിം ഓൺ മൺഡേ. ഐ വുഡ് റാദറിന് ശേഷം ഒബ്ജക്റ്റ് ആരാണോ വരേണ്ടത്, ആ നൗൺ അല്ലെങ്കിൽ പ്രൊനൗൺ ആണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത് വുഡ് റാദറിന് ശേഷം. ഐ വുഡ് റാദർ യു കെയിം ഓൺ ഫ്രൈഡേ. നീ വെള്ളിയാഴ്ച വരുന്നതാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത്, അതാണ് എനിക്ക് സൗകര്യം. ഐ വുഡ് റാദർ യു എന്നതിന് ശേഷം നമ്മൾ സിമ്പിൾ പാസ്റ്റ് ആണ് ഉപയോഗിച്ചിട്ടുള്ളതെന്ന് ശ്രദ്ധിക്കുക. ഐ വുഡ് റാദർ യു കെയിം ഓൺ ഫ്രൈഡേ. കമ്മല്ല. അവൾ പോവുമെന്ന് അവൾ പറഞ്ഞു. ഷീ സെഡ്. എന്താ അവൾ പറഞ്ഞത്? ഐ വിൽ ഗോ. അതായിരിക്കുമല്ലോ അവൾ പറഞ്ഞിട്ടുണ്ടായിരിക്കാം. നമ്മളതിനെ കണക്ട് ചെയ്യുമ്പോൾ ഐ മാറി നമ്മൾ ഷീ എന്ന് തന്നെയാക്കും. ഷീ സെഡ് ദാറ്റ് ഷീ വുഡ് ഗോ. പിന്നെ വില്ല് ഉപയോഗിക്കരുത്. ഇവിടെ മെയിൻ ക്ലോസ് പാസ്റ്റ് ടെൻസിലാണ്. സെഡ് എന്നത് പാസ്റ്റ് ടെൻസിലുള്ള ഒരു വെർബാണ്. മെയിൻ ക്ലോസിൽ പാസ്റ്റ് ടെൻസ് വരുമ്പോൾ പിന്നെ സബോർഡിനേറ്റ് ക്ലോസിൽ വിൽ, ക്യാൻ, മേ അതൊന്നും ഉപയോഗിക്കാൻ സാധിക്കില്ല. അതുപോലെ തന്നെ പ്രസന്റ് ടെൻസ് യൂസ് ചെയ്യാൻ സാധിക്കില്ല. അതിന് പകരം നമ്മൾ പാസ്റ്റ് ടെൻസ് ഉപയോഗിക്കണം. വില്ലിൻ്റെ പാസ്റ്റ് ഫോമാണ് വുഡ്, ക്യാനിൻ്റെ പാസ്റ്റ് ഫോമാണ് കുഡ്, അതുപോലെ തന്നെ മേയുടെ പാസ്റ്റ് ഫോമാണ് മൈറ്റ്. ഷീ സെഡ് ദാറ്റ് ഷീ വുഡ് ഗോ. ഷീ സെഡ് ദാറ്റ് ഷീ വിൽ ഗോ എന്ന് പറയരുത്. വില്ലിന് പകരം വുഡ് തന്നെ യൂസ് ചെയ്യണം. എനിക്ക് ആ ഓഫറിൽ താല്പര്യമുണ്ടോ എന്ന് അവൻ ചോദിച്ചു. അവൻ എന്താവും ചോദിച്ചിട്ടുണ്ടാവുക?
എനിക്ക് താല്പര്യമുണ്ടോ. ആർ യു ഇൻട്രസ്റ്റഡ് ഇൻ ദാറ്റ് ഓഫർ, അങ്ങനെയല്ലേ അവൻ ചോദിച്ചിട്ടുണ്ടായിരിക്കും. നിനക്ക് ആ ഓഫറിൽ താല്പര്യമുണ്ടോ. ആർ യു ഇൻട്രസ്റ്റഡ് ഇൻ ദാറ്റ് ഓഫർ, അതാണ് അവൻ ചോദിച്ചിട്ടുണ്ടാവുക. നമുക്കിത് കണക്ട് ചെയ്യണം. അവൻ ചോദിച്ചു, ഹി ആസ്ക്ഡ്. ആർ യു ഇൻട്രസ്റ്റഡ് ഇൻ ദാറ്റ് ഓഫർ എന്ന് പറയുമ്പോൾ അതൊരു എസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ്. ഒരു എസ് ഓർ നോ ക്വസ്റ്റ്യനെ ഒരു സെൻറ്റൻസിൻ്റെ ഭാഗമാക്കണമെങ്കിൽ നമ്മൾ ഈഫ് അല്ലെങ്കിൽ വെദർ എന്നൊരു കൺജങ്ഷൻ യൂസ് ചെയ്യണം. ഹി ആസ്ക്ഡ് ഈഫ് ആർ യു ഇൻട്രസ്റ്റഡ് എന്നാണ് അവൻ ചോദിച്ചത്. അത് പ്രസൻറ്റ് ടെൻസിലാണ്. നമ്മൾ ഇതിനെ കണക്ട് ചെയ്യുന്ന സമയത്ത് ആസ്ക്ഡ് പാസ്റ്റ് ടെൻസിലായത് കാരണം പിന്നെ അതിന് ശേഷം വരുന്നതൊക്കെ പാസ്റ്റ് ടെൻസിൽ തന്നെയായിരിക്കണം. അപ്പോൾ നമ്മളിത് ഇങ്ങനെയാണ് പറയാം, ഹി ആസ്ക്ഡ് ഈഫ് ഐ വാസ് ഇൻട്രസ്റ്റഡ് ഇൻ ദാറ്റ് ഓഫർ അല്ലെങ്കിൽ ഇൻ ദ ഓഫർ. ആർ യു ഇൻട്രസ്റ്റഡ് എന്നതിന് പകരമാണ് ഐ വാസ് ഇൻട്രസ്റ്റഡ് എന്ന് പറയുന്നത്. ഐ ആം ഇൻട്രസ്റ്റഡ് എന്നല്ല പറയുന്നത്, പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. ആർ യു ഇൻട്രസ്റ്റഡ് പ്രസന്റ് ടെൻസിലാണ്, ഐ ആം ഇൻട്രസ്റ്റഡും പ്രസന്റ് ടെൻസിലാണ്. നമുക്ക് വേണ്ടത് പാസ്റ്റ് ടെൻസ് ആണ്. ഐ വാസ് ഇൻട്രസ്റ്റഡ്. ഹി ആസ്ക്ഡ് ഇഫ് ഐ വാസ് ഇൻട്രസ്റ്റഡ് ഇൻ ദാറ്റ് ഓഫർ. ഇഫ് വാസ് ഐ എന്നല്ല വന്നിരിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു എസ് ഓർ നോ ക്വസ്റ്റ്യനെ നമ്മളൊരു സെൻറ്റൻസിൻ്റെ ഭാഗമാക്കി മാറ്റുമ്പോൾ പിന്നെ അത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ അല്ല. ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യനിൽ എപ്പോഴും സബ്ജക്റ്റ് ആണ് ആദ്യം വരിക. ഇഫ് ഐ വാസ് ഇൻട്രസ്റ്റഡ്, ഇഫ് വാസ് ഐ അല്ല. ഐ ഉപയോഗിക്കാൻ കാരണം അറിയാലോ, എനിക്ക് ആ ഓഫറിൽ താല്പര്യമുണ്ടോ എന്നവൻ ചോദിച്ചു എന്നാണ് എനിക്ക് പറയേണ്ടത്. അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന പ്രൊനൗൺ ഐ ആണ്. അവ ഉപയോഗിച്ച പ്രൊനൗൺ യു ആയിരിക്കും. ആർ യു ഇൻട്രസ്റ്റഡ് അങ്ങനെയും അവൻ ചോദിച്ചിട്ടുണ്ടാവുക. ഞാനത് പറയുമ്പോൾ എനിക്ക് താല്പര്യമുണ്ടോ എന്നാണ് ചോദിച്ചു എന്നാണ് പറയേണ്ടത് എന്നതുകൊണ്ട് ഞാൻ ഉപയോഗിക്കുന്ന പ്രൊനൗൺ ഐ ആണ്. ഹി ആസ്ക്ഡ് ഇഫ് ഐ വാസ് ഇൻട്രസ്റ്റഡ് ഇൻ ദ ഓഫർ. ഞാൻ കുളിക്കുന്നതിനിടയിൽ ഫോൺ അടിച്ചു. ഇവിടെ രണ്ട് ആക്ഷൻ ഉണ്ട്, രണ്ടും പാസ്റ്റിൽ നടന്നതാണ്. ഒന്ന് ലോങ്ങർ ബാക്ക്ഗ്രൗണ്ട് ആക്ഷനാണ്. കുളിക്കുക എന്നത് കണ്ടിന്യൂസ് ആയി നടന്നു പോയിക്കൊണ്ടിരുന്ന ഒരു ആക്ടിവിറ്റിയാണ്. അതിനിടയിലാണ് ഫോണ് ബെല്ലടിക്കുന്നത്. അതായത് ഒരു ലോങ്ങർ ബാക്ക്ഗ്രൗണ്ട് ആക്ഷൻ അവിടെയുണ്ട്, അതിനെ ഇൻറ്ററപ്റ്റ് ചെയ്തിട്ട് ഒരു ഷോർട്ട് ആക്ഷനും കൂടി അവിടെ സംഭവിച്ചു. ഇങ്ങനെ രണ്ട് കാര്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ കഴിഞ്ഞു പോയ രണ്ട് കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ പാസ്റ്റ് ടെൻസാണ് നമ്മൾ രണ്ട് ക്ലോസിലും യൂസ് ചെയ്യുന്നത്. ആ ലോങ്ങർ ബാക്ക്ഗ്രൗണ്ട് ആക്ഷനെ കുറിച്ച് പറയാൻ നമുക്ക് പാസ്റ്റ് കണ്ടിന്യൂസ് ഉപയോഗിക്കും. അതിനിടയിൽ സംഭവിക്കുന്ന ആ ഷോർട്ട് ആക്ഷനെ കുറിച്ച് പറയാൻ നമ്മൾ സിമ്പിൾ പാസ്റ്റ് ഉപയോഗിക്കും. ഐ വാസ് ഹാവിങ് എ ബാത്ത്. ഞാൻ കുളിക്കുന്നതിനിടയിൽ, ഞാൻ കുളിക്കുകയായിരുന്നു. അപ്പോഴാണ് ഫോൺ ബെല്ലടിക്കുന്നത്. ഫോൺ ബെല്ലടിച്ചു എന്നെങ്ങനെ പറയും? ദ ഫോൺ റാങ്. വെൻ ഐ വാസ് ഹാവിങ് എ ബാത്ത് ദ ഫോൺ റാങ്. അല്ലെങ്കിൽ ദ ഫോൺ റാങ് വൈൽ ഐ വാസ് ഹാവിങ് എ ബാത്ത്. നമുക്ക് വെൻ എന്ന കൺജങ്ഷനും യൂസ് ചെയ്യാം, വൈൽ എന്ന കൺജങ്ഷനും ഇവിടെ ഉപയോഗിക്കാം. അത് വെൻ ഉപയോഗിച്ച് സ്റ്റാർട്ട് ചെയ്യണോ വൈൽ ഉപയോഗിച്ച് സ്റ്റാർട്ട് ചെയ്യണോ എന്നെല്ലാം നിങ്ങളുടെ ഓപ്ഷനാണ്. നമുക്ക് വൈൽ ഐ വാസ് ഹാവിങ് എ ബാത്ത് ദ ഫോൺ റാങ് എന്ന് പറയാം, അല്ലെങ്കിൽ ദ ഫോൺ റാങ് വൈൽ ഐ വാസ് ഹാവിങ് എ ബാത്ത് എന്നും പറയാവുന്നതാണ്. ലോങ്ങർ ആക്ഷനെ കുറിച്ച് പറയാൻ നമ്മൾ പാസ്റ്റ് കണ്ടിന്യൂസ് ആണ് ഉപയോഗിച്ചത്. ഐ വാസ് ഹാവിങ് എ ബാത്ത്, ഞാൻ കുളിക്കുകയായിരുന്നു, കുളിക്കുന്നതിനിടയിൽ. ദ ഫോൺ റാങ്. റാങ് എന്ന് പറയുന്ന സിമ്പിൾ പാസ്റ്റ് ടെൻസിലാണ്. ഷോർട്ട് ആക്ഷനെ കുറിച്ച് പറയാൻ നമ്മൾ സിമ്പിൾ പാസ്റ്റ് ടെൻസും യൂസ് ചെയ്തു. ആവശ്യത്തിന് യോഗ്യതകൾ ഇല്ലാത്തതിനാൽ എനിക്ക് ജോലി ലഭിച്ചില്ല. എനിക്ക് ജോലി കിട്ടിയില്ല, പാസ്റ്റിലുള്ള കാര്യമാണ്. ഐ ഡിഡിൻറ്റ് ഗെറ്റ് ദ ജോബ്. അതിൻ്റെ കാരണമാണ് ആയതിനാൽ എന്നർത്ഥത്തിൽ നമുക്ക് ആസ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ബിക്കോസ് ഉപയോഗിക്കാം. ബിക്കോസ് എനിക്ക് യോഗ്യതകൾ ഇല്ലായിരുന്നു. ഐ ലാക്ക്ഡ് ദ റിക്വയർഡ് ക്വാളിഫിക്കേഷൻസ്. ഐ ഡിഡിൻറ്റ് ഗെറ്റ് ദ ജോബ് ബിക്കോസ് ഐ ലാക്ക്ഡ് ദ റിക്വയർഡ് ക്വാളിഫിക്കേഷൻസ്. എനിക്ക് ആവശ്യത്തിനുള്ള യോഗ്യതകൾ ഇല്ലാത്തത് കാരണം എനിക്ക് ജോലി ലഭിച്ചില്ല. രണ്ട് ക്ലോസിലും നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് പാസ്റ്റ് ടെൻസ് തന്നെയാണ്. അവൾ ഭക്ഷണം പാചകം ചെയ്യുമ്പോൾ ഞാൻ വീട് വൃത്തിയാക്കി. പാസ്റ്റിൽ ഒരേ സമയം നടന്നുപോയ രണ്ട് കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. സിമ്പിൾ പാസ്റ്റ് രണ്ട് ക്ലോസിലും യൂസ് ചെയ്യാം. സിമ്പിൾ പാസ്റ്റ് ഉപയോഗിച്ച് എങ്ങനെ പറയാൻ നോക്കാം. ഐ ടൈഡിഡ് ദ ഹൗസ്. ഞാൻ വീട് വൃത്തിയാക്കി. വൈൽ ഷീ കുക്ക്ഡ് ഡിന്നർ. ഐ ടൈഡിഡ് ദ ഹൗസ് വൈൽ ഷീ കുക്ക്ഡ് ഡിന്നറോ ലഞ്ചോ എന്താന്ന് വെച്ചാൽ അത്. ഞാൻ വീട് വൃത്തിയാക്കി. ടൈഡിഡ് എന്ന് പറയുമ്പോൾ വീട് വൃത്തിയാക്കി. ക്ലീൻഡ് അത് തന്നെയാണ് അർത്ഥം. വൈൽ ഷീ കുക്ക്ഡ് ലഞ്ച്. ഇത് രണ്ടും ഒരേ സമയം പാസ്റ്റിൽ നടന്നുപോയ ആക്ടിവിറ്റി ആയിരുന്നു. അതുകൊണ്ട് തന്നെ രണ്ടിലും നമ്മൾ ഒരേ ടെൻസാണ് യൂസ് ചെയ്തിട്ടുള്ളത്. രണ്ടിലും സിമ്പിൾ പാസ്റ്റ് ടെൻസാണ് ഉപയോഗിച്ചത്. തനിക്ക് ഒരു തെറ്റ് പറ്റിയെന്ന് അവൾ തിരിച്ചറിഞ്ഞു. അവൾ തിരിച്ചറിഞ്ഞു. ഷീ റിയലൈസ്ഡ്. എന്ന് ദാറ്റ്. എനിക്കൊരു തെറ്റ് പറ്റിയെന്ന് ഞാൻ എങ്ങനെ പറയാം? ഐ ഹാവ് മെയ്ഡ് എ മിസ്റ്റേക്ക്. അങ്ങനെയല്ലേ ഞാൻ പറയാം. അവൾ എന്താവും പറഞ്ഞിട്ടുണ്ടായിരിക്കുക? അത് തന്നെയാവും പറഞ്ഞിട്ടുണ്ടായിരിക്കുക. ഐ ഹാവ് മെയ്ഡ് എ മിസ്റ്റേക്ക്. തിരിച്ചറിഞ്ഞു. നമുക്കതിനെ പാസ്റ്റിലേക്ക് മാറ്റണം. അപ്പോൾ അതെങ്ങനെയാണ് പറയാം? ഷീ റിയലൈസ്ഡ് ദാറ്റ് ഷീ ഹാഡ് മെയ്ഡ് എ മിസ്റ്റേക്ക്. പിന്നെ അവിടെ ഹാവ് അല്ല യൂസ് ചെയ്യുന്നത്. ഇവിടെ റിയലൈസ്ഡ് എന്നത് മെയിൻ വെർബ് പാസ്റ്റ് ടെൻസിലാണ്. അതുകൊണ്ട് തന്നെ സബോർഡിനേറ്റ് ക്ലോസിൽ നമ്മൾ പാസ്റ്റ് ടെൻസ് തന്നെ യൂസ് ചെയ്യണം. ഷീ റിയലൈസ്ഡ് ദാറ്റ് ഷീ ഹാസ് മെയ്ഡ് എ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ പോരാ. ഷീ റിയലൈസ്ഡ് ദാറ്റ് ഷീ ഹാഡ് മെയ്ഡ് എ മിസ്റ്റേക്ക് അങ്ങനെ തന്നെ പറയണം. ഐ ഹാവ് മെയ്ഡ് എന്നാണ് അവൾ പറഞ്ഞിട്ടുണ്ടാവുക. പക്ഷെ നമ്മളതിനെ
കണക്ട് ചെയ്യുമ്പോൾ മറ്റൊരു സെൻറ്റൻസിൻ്റെ ഭാഗമാക്കി മാറ്റുമ്പോൾ പിന്നെ അത് പാസ്റ്റ് പെർഫെക്റ്റിലേക്ക് ആ വെർബ് പോകണം. ഷീ റിയലൈസ്ഡ് ദാറ്റ് ഷീ ഹാഡ് മെയ്ഡ് എ മിസ്റ്റേക്ക്. താൻ പണം അയച്ചു എന്ന് അവൾ പറഞ്ഞു. അവൾ എന്താ പറഞ്ഞിട്ടുണ്ടാവുക? ഞാൻ പണം അയച്ചു. ഐ ഹാവ് സെൻഡ് ദ മണി. അങ്ങനെയല്ലേ പറഞ്ഞിട്ടുണ്ടായിരിക്കുക. അവൾ പറഞ്ഞു, ഷീ സെഡ്, പാസ്റ്റ് ടെൻസിലാണ് വെർബ്. പിന്നെ അതിൽ വരുന്ന ബാക്കി വേർബ്സ് എല്ലാം പാസ്റ്റ് ടെൻസിൽ തന്നെ വേണം. ഐ ഹാവ് സെൻഡ് ദ മണി എന്നാണ് അവൾ പറഞ്ഞത്. പക്ഷേ ഐ ഹാവ് പിന്നെ നമുക്ക് അവിടെ യൂസ് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ നമ്മളത് ഇങ്ങനെയാണ് പറയുക, ഷീ സെഡ് ദാറ്റ് ഷീ ഹാഡ് സെൻഡ് ദ മണി. താൻ പണം അയച്ചിട്ടുണ്ടെന്ന് അവൾ പറഞ്ഞു. ഹാവ് സെൻഡിനെ നമ്മൾ അതിൻ്റെ പാസ്റ്റ് പെർഫെക്റ്റായി ഹാഡ് സെൻഡിലേക്ക് മാറ്റി. ഇവിടെ മെയിൻ വെർബ് പാസ്റ്റ് ടെൻസിലാണ്. അതുകൊണ്ട് തന്നെ പിന്നെ സബോർഡിനേറ്റ് ക്ലോസിൽ നമ്മൾ പാസ്റ്റ് ടെൻസസ് തന്നെ യൂസ് ചെയ്യണം. ഇപ്പോൾ അവൾ പറഞ്ഞതിൽ പ്രസൻറ്റ് പെർഫെക്റ്റ് ആണ് ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ അതിനെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ അത് പാസ്റ്റ് പെർഫെക്റ്റിലേക്ക് പോകും. ഷീ ടോൾഡ് മീ ദാറ്റ് ഷീ ഹാഡ് സെൻഡ് ദ മണി. ഷീ സെഡ് എന്ന് പറഞ്ഞാൽ അവൾ പറഞ്ഞു. ഷീ ടോൾഡ് മീ എന്ന് പറഞ്ഞാൽ അവൾ എന്നോട് പറഞ്ഞു. ടെല്ലിന് ശേഷം എപ്പോഴും ആരോടാണ് പറഞ്ഞത് എന്ന് പറയണം. ഷീ ടോൾഡ് ദാറ്റ് ഷീ ഹാഡ് സെൻഡ് ദ മണി എന്ന് പറയരുത്. ടോൾഡ് എന്ന വെർബാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ പിന്നെ ആരോട് പറഞ്ഞു അതുകൂടി പറയണം. ഷീ ടോൾഡ് മീ, ഷീ ടോൾഡ് ഹിം, അങ്ങനെയൊക്കെ പറയണം. ഭൂമി ഉരുണ്ടതാണെന്ന് മഗല്ലൻ തെളിയിച്ചു. മഗല്ലൻ പ്രൂവ്ഡ്. ഭൂമി ഉരുണ്ടതാണ്. എർത്ത് ഈസ് റൗണ്ട്. അതെന്നും അയാൾ തെളിയിക്കുന്നതിന് മുമ്പും റൗണ്ട് തന്നെയായിരുന്നു, ഇപ്പോഴും റൗണ്ട് തന്നെയാണ്. അതായത് ഇതൊരു യൂണിവേഴ്സൽ ട്രൂത്താണ്. ഇങ്ങനെ യൂണിവേഴ്സൽ ട്രൂത്ത്സിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് മെയിൻ ക്ലോസ് പാസ്റ്റ് ടെൻസിലായതുകൊണ്ട് സബോർഡിനേറ്റ് ക്ലോസ് പാസ്റ്റ് ടെൻസിലാവണമെന്ന് നിർബന്ധമില്ല. പാസ്റ്റ് വെർബ് അവിടെ വേണമെങ്കിൽ യൂസ് ചെയ്യാം, പക്ഷേ പ്രസന്റ് ടെൻസും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. മഗല്ലൻ പ്രൂവ്ഡ് ദാറ്റ് ദ എർത്ത് ഈസ് റൗണ്ട് എന്ന് നമുക്ക് പറയാം, അല്ലെങ്കിൽ ദ എർത്ത് വാസ് റൗണ്ട് എന്ന് പറയാം. ദ എർത്ത് വാസ് റൗണ്ട് എന്ന് പറയുമ്പോൾ സബോർഡിനേറ്റ് ക്ലോസ് അവിടെ പാസ്റ്റ് ടെൻസിലായി. ഇവിടെ മെയിൻ വെർബ് പ്രൂവ്ഡ് പാസ്റ്റ് ടെൻസിലായതുകൊണ്ടാണ് നമ്മൾ സബോർഡിനേറ്റ് ക്ലോസിനെയും പാസ്റ്റ് ടെൻസിലേക്ക് മാറ്റുന്നത്. പക്ഷേ ഇങ്ങനെ യൂണിവേഴ്സൽ ട്രൂത്ത്സിനെ കുറിച്ച് പറയുമ്പോൾ ആ നിർബന്ധമില്ല, നമുക്ക് സബോർഡിനേറ്റ് ക്ലോസിൽ പ്രസന്റ് ടെൻസ് യൂസ് ചെയ്യാം. മഗല്ലൻ പ്രൂവ്ഡ് ദാറ്റ് ദ എർത്ത് ഈസ് റൗണ്ട് അങ്ങനെ പറയാവുന്നതാണ്. അതാണ് കൂടുതൽ ശരി. മഗല്ലൻ പ്രൂവ്ഡ് ദാറ്റ് ദ എർത്ത് വാസ് റൗണ്ട് എന്നും നമുക്ക് പറയാം. ഞാൻ നിന്നെ അവസാനം കണ്ടതിന് ശേഷം നീ എവിടെയായിരുന്നു? നമ്മളിവിടെ സംസാരിക്കുന്നത് പാസ്റ്റിൽ എപ്പോഴോ അവസാനം കണ്ടു, അത് പാസ്റ്റിലാണ് സംഭവിച്ചത്. പിന്നെ അതിനുശേഷം പാസ്റ്റിലെ അവസാനത്തെ ആ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഇപ്പതാ ഈ സമയം കാണുന്നത് വരെയുള്ള ഒരു പീരിയഡിനെ കുറിച്ചാണ് ചോദിക്കുന്നത്. പാസ്റ്റിൽ തുടങ്ങിയ ഒരു സിറ്റുവേഷനാണ്. അതിനെക്കുറിച്ച് പറയാൻ നമ്മൾ ഏത് ടെൻസാണ് യൂസ് ചെയ്യുക? നമുക്ക് പ്രസന്റ് പെർഫെക്റ്റ് വേണം യൂസ് ചെയ്യുക, അല്ലെങ്കിൽ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഇവിടെ നമ്മൾ സംസാരിക്കുന്ന ഒരു സ്റ്റേറ്റിനെ കുറിച്ചാണ്. നീ എവിടെയായിരുന്നു എന്നാണ്, എന്ത് ചെയ്യുകയായിരുന്നു എന്നല്ല. അപ്പോൾ സ്റ്റേറ്റ്സിനെ കുറിച്ച് പറയാൻ നമ്മൾ പ്രസന്റ് പെർഫെക്റ്റ് ആണ് ഉപയോഗിക്കുക. നീ എവിടെയായിരുന്നു? പാസ്റ്റിൽ ഒരു പോയിന്റിൽ തൊട്ടിട്ട് ഇപ്പതാ ഈ സമയം വരെയും നീ എവിടെയായിരുന്നു? വേർ ഹാവ് യു ബീൻ? വേർ ആർ യു എന്നോ വേർ യു എന്നോ അല്ല പറയുന്നത്. വേർ യു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം പാസ്റ്റിലെ ഏതോ ഒരു സമയത്ത് നീ എവിടെയായിരുന്നു എന്നാണ്. വേർ ആർ യു എന്ന് ചോദിക്കുമ്പോൾ നീ ഇപ്പോൾ എവിടെയാണ് എന്നാണ്. നമുക്ക് പാസ്റ്റിലെ ഒരു സമയം തൊട്ട്, അതായത് നമ്മളിതിന് മുമ്പ് അവസാനമായി കണ്ട ആ സമയം തൊട്ട് ഇതേവരെയുള്ള സമയം നീ എവിടെയായിരുന്നു എന്നാണ് ചോദിക്കേണ്ടത്. പാസ്റ്റിൽ സ്റ്റാർട്ട് ചെയ്ത സിറ്റുവേഷനാണ്, പ്രസന്റ് വരെ കണ്ടിന്യൂ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ഉപയോഗിക്കുന്നത് പ്രസന്റ് പെർഫെക്റ്റ് ആണ്. വേർ ഹാവ് യു ബീൻ. പിന്നെ അതിനുശേഷം നമ്മൾ സിൻസ് ഉപയോഗിക്കും. അതിനുശേഷം പിന്നെ ഉപയോഗിക്കുന്ന ടെൻസ് സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ്. വേർ ഹാവ് യു ബീൻ സിൻസ് ഐ ലാസ്റ്റ് സോ യു? ഞാൻ നിന്നെ അവസാനം കണ്ടതിന് ശേഷം നീ എവിടെയായിരുന്നു? വേർ ഹാവ് യു ബീൻ എന്നത് പ്രസന്റ് പെർഫെക്റ്റിലാണ്. സിൻസ് ക്ലോസിൽ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് സിമ്പിൾ പാസ്റ്റ് ആണ് എന്ന് ശ്രദ്ധിക്കുക. വേർ ഹാവ് യു ബീൻ സിൻസ് ഐ ലാസ്റ്റ് സോ യു. ഈ ടെൻസസ് ഓർത്തിരിക്കണം. ഇങ്ങനെ പാസ്റ്റിൽ ഏതോ ഒരു സമയത്ത് തുടങ്ങി ഇപ്പോൾ പ്രസന്റ് വരെ കണ്ടിന്യൂ ചെയ്തിട്ടുള്ള ഒരു സിറ്റുവേഷനെ കുറിച്ച് പറയാൻ നമ്മൾ എപ്പോഴും പ്രസന്റ് പെർഫെക്റ്റ് ആണ് യൂസ് ചെയ്യുന്നത്. പ്രസന്റ് ആക്ഷൻ ആണെങ്കിൽ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസും യൂസ് ചെയ്യാം. അവൾ ജർമ്മനിയിലേക്ക് താമസം മാറ്റിയതിന് ശേഷം ഞാൻ അവളെ കണ്ടിട്ടില്ല. നമ്മളിപ്പോൾ ഇവിടെ സംസാരിക്കുന്ന അവൾ ജർമ്മനിയിലേക്ക് പണ്ടെപ്പോഴോ താമസം മാറ്റി. അതിനുശേഷം ആ സമയം തൊട്ട് ഈ സമയം വരെയുള്ള ഒരു പീരിയഡിനെ കുറിച്ചാണ് പറയുന്നത്. അവൾ അങ്ങോട്ട് മൂവ് ചെയ്തതിന് ശേഷം ഞാൻ അവളെ കണ്ടിട്ടില്ല. പ്രസന്റ് പെർഫെക്റ്റ് വേണം യൂസ് ചെയ്യാൻ. ഐ ഹാവ് നോട്ട് സീൻ ഹെർ. ഐ ഹാവ് നോട്ട് സീൻ ഹെർ. പിന്നെ സിൻസ് ഷീ, അതിനുശേഷം പാസ്റ്റ് സിമ്പിൾ മൂവ്ഡ് ടു ജർമ്മനി. ഐ ഹാവ് നോട്ട് സീൻ ഹെർ സിൻസ് ഷീ മൂവ് ടു ജർമ്മനി. അവൾ ജർമ്മനിയിലേക്ക് പോയതിനു ശേഷം ഞാൻ അവളെ കണ്ടിട്ടില്ല. ഐ ഹാവിൻ സീൻ ഹെർ മെയിൻ ക്ലോസിൽ ഉപയോഗിച്ചത് പ്രസന്റ് പെർഫെക്റ്റ് ആണ്. പിന്നെ സിൻസ് ക്ലോസിൽ യൂസ് ചെയ്തിട്ടുള്ളത് സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ്. ഞാൻ എത്തുന്നതിന് മുമ്പേ അവൾ പോയിരുന്നു. അവൾ പോയതാണ് ആദ്യം നടന്നത്, ഞാൻ എത്തിയത് പിന്നീടാണ് സംഭവിച്ചത്. ഇങ്ങനെ പാസ്റ്റിലുള്ള രണ്ട് കാര്യങ്ങളെ കുറിച്ച് പറയുമ്പോൾ അതിൽ ആദ്യം നടന്നതിനെ കുറിച്ച് പറയാൻ നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റ് ഉപയോഗിക്കും. രണ്ടാമത് നടന്നതിനെ കുറിച്ച് പറയാൻ സിമ്പിൾ പാസ്റ്റ് ഉപയോഗിക്കും. അവൾ പോയിരുന്നു. ഷീ ഹാഡ് ഗോൺ. ഞാൻ എത്തുന്നതിന് മുമ്പേ ബിഫോർ ഐ അറൈവ്ഡ്.
ഷീ ഹാഡ് ഗോൺ അല്ലെങ്കിൽ ഷീ ഹാഡ് ലെഫ്റ്റ് ബിഫോർ ഐ അറൈവ്ഡ്. ഞാൻ വരുന്നതിന് മുമ്പ് അവൾ പോയിട്ടുണ്ടായിരുന്നു. ഷീ ഹാഡ് ലെഫ്റ്റ് അത് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിലാണ്. ബിഫോർ ഐ അറൈവ്ഡ് അത് സിമ്പിൾ പാസ്റ്റ് ടെൻസിലാണ്. ആദ്യം നടന്ന കാര്യത്തിനെ കുറിച്ച് പറയാൻ പാസ്റ്റ് പെർഫെക്റ്റ് ഉപയോഗിക്കും. രണ്ടാമത് നടന്നതിനെ കുറിച്ച് പറയാൻ സിമ്പിൾ പാസ്റ്റ് ഉപയോഗിക്കും. പോലീസ് എത്തുന്നതിന് മുമ്പ് ജനം അക്രമാസക്തരായിരുന്നു. ജനങ്ങൾ വയലന്റ് ആയിട്ടുണ്ടായിരുന്നു എന്നർത്ഥം. പോലീസ് പിന്നെയാണ് വന്നത്. ജനങ്ങൾ വയലന്റ് ആവുക എന്നതാണ് ആദ്യം നടന്നത്. ദ ക്രൗഡ് ജനക്കൂട്ടം. ദ ക്രൗഡ് ഹാഡ് ടേൺഡ് വയലന്റ്. ജനങ്ങൾ അക്രമാസക്തരായി എന്ന് പറയാൻ നമുക്ക് ടേൺ വയലന്റ് എന്ന് പറയാം. The crowd had turned violent before the police arrived. Turn violent എന്നതിൻ്റെ പാസ്റ്റ് പെർഫെക്റ്റ് ഫോമാണ് had turned violent. നമ്മളിങ്ങനെ ചേഞ്ചസിനെ കുറിച്ച് പറയാൻ ഉപയോഗിക്കുന്ന ഒരു വെർബാണ് ടേൺ. The crowd had turned violent before the police arrived. ആദ്യം നടന്നത് അവർ അക്രമാസക്തരായി എന്നതാണ്. അതിനെക്കുറിച്ച് പറയാൻ നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റ് ഉപയോഗിച്ചു. പിന്നെയാണ് പോലീസ് വന്നത്. അതിനെക്കുറിച്ച് പറയാൻ സിമ്പിൾ പാസ്റ്റ് ഉപയോഗിച്ചു. സമയം കിട്ടുമ്പോൾ ഞാൻ നിനക്ക് എഴുതും. രണ്ടും ഭാവിയിൽ നടക്കാനുള്ള കാര്യങ്ങളാണ്. ഞാൻ എഴുതും. I will write. സമയം കിട്ടുമ്പോൾ. I will get time. When I will get time, I will write എന്നല്ല നമ്മൾ പറയുക. രണ്ടും നടക്കാൻ പോകുന്ന കാര്യങ്ങളാണെങ്കിൽ നമ്മൾ പറയുക മെയിൻ ക്ലോസിൽ മാത്രമേ നമ്മൾ ഫ്യൂച്ചർ ഉപയോഗിക്കൂ. സബോർഡിനേറ്റ് ക്ലോസിൽ നമ്മൾ പ്രസന്റ് ടെൻസ് ആണ് യൂസ് ചെയ്യുക. I will write to you when I have time അല്ലെങ്കിൽ when I get time. I will write to you. ഞാൻ നിനക്ക് എഴുതും. അത് സിമ്പിൾ ഫ്യൂച്ചറിലാണ്. വെൻ ഐ വിൽ ഹാവ് ടൈം എന്ന് പറയരുത്. വെൻ ഐ ഹാവ് ടൈം അതാണ് പറയേണ്ടത്. എനിക്ക് സമയം കിട്ടുമ്പോൾ അല്ലെങ്കിൽ വെൻ ഐ ഗെറ്റ് ടൈം. രണ്ട് കാര്യങ്ങളും ഫ്യൂച്ചറിനെ കുറിച്ചാണെങ്കിൽ നമ്മൾ മെയിൻ ക്ലോസിൽ മാത്രമേ ഫ്യൂച്ചർ ടെൻസ് യൂസ് ചെയ്യുള്ളൂ. സബോർഡിനേറ്റ് ക്ലോസ് എന്ന് പറയുമ്പോൾ വെന്നോ ആസ് സൂൺ ആസ് ഉപയോഗിച്ച്, വെൻ ഉപയോഗിച്ച്, അണ്ടിൽ ഉപയോഗിച്ച്, വൈൽ ഉപയോഗിച്ച് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന ക്ലോസസ് ആണ് സബോർഡിനേറ്റ് ക്ലോസസ്. അതിൽ നമ്മൾ ഉപയോഗിക്കുന്നത് സിമ്പിൾ പ്രസന്റ് ആണ്. I will write to you when I get time അല്ലെങ്കിൽ I will write to you when I have time. അവൻ എത്തിയാലുടൻ ഞാൻ അവന് ഈ സന്ദേശം നൽകും. I will give him this message അല്ലെങ്കിൽ your message. I will give him this message. അവൻ എത്തിയാലുടൻ as soon as he arrives. I will give him this message അല്ലെങ്കിൽ the message എന്നോ your message എന്നോ ഒക്കെ പറയാം. നിന്റെ സന്ദേശമാണെങ്കിൽ your message. I will give him the message as soon as he arrives. As soon as he will arrive എന്നല്ല പറയുന്നത്. രണ്ടും ഫ്യൂച്ചറിൽ നടക്കാനുള്ള കാര്യങ്ങളാണ്. പക്ഷെ മെയിൻ ക്ലോസിൽ മാത്രമാണ് ഫ്യൂച്ചർ ടെൻസ് യൂസ് ചെയ്യുന്നത്. സബോർഡിനേറ്റ് ക്ലോസിൽ ഇവിടെ as soon as ഉപയോഗിച്ചിട്ടാണ് സബോർഡിനേറ്റ് ക്ലോസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. അത് സമയം സൂചിപ്പിക്കുന്ന ഒരു കൺജങ്ഷനാണ്. അതിനുശേഷം പിന്നെ നമ്മൾ ഉപയോഗിക്കുന്നത് സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്. as soon as he arrives അവൻ വന്നാലുടൻ. as soon as he will arrive എന്ന് പറയരുത്. പഠനം കഴിഞ്ഞത് മുതൽ അവൾക്ക് ജോലിയില്ല. പഠനം പൂർത്തിയാക്കിയത് പാസ്റ്റിൽ എപ്പോഴും ആണ്. അത് സമയം തൊട്ടിട്ട് ഇപ്പോൾ അവൾ കഴിഞ്ഞ വർഷമാണ് പഠനം പൂർത്തിയാക്കിയതെങ്കിൽ അതിനുശേഷം ഇതേവരെയും അവൾ അൺഎംപ്ലോയിഡ് ആയിരുന്നു എന്നാണ് നമുക്ക് പറയേണ്ടത്. ജോലിയില്ല എന്നതിന് നമുക്ക് അൺഎംപ്ലോയിഡ് എന്ന് പറയാം അല്ലെങ്കിൽ ജോബ്ലെസ് എന്ന് പറയാം. പാസ്റ്റിൽ തുടങ്ങിയ ഒരു സിറ്റുവേഷൻ ആണ് ഇപ്പോൾ ഇതായി സംസാരിക്കുന്നവരെയും കണ്ടിന്യൂ ചെയ്തിട്ടുണ്ട്. അതിനെക്കുറിച്ച് പറയാൻ നമ്മൾ പ്രസന്റ് പെർഫെക്റ്റ് ആണ് ഉപയോഗിക്കുക. ഷീ ഹാസ് ബീൻ ജോബ്ലെസ് അല്ലെങ്കിൽ ഷീ ഹാസ് ബീൻ അൺഎംപ്ലോയിഡ്. പഠനം കഴിഞ്ഞത് മുതൽ സിൻസ് ഷീ ലെഫ്റ്റ് കോളേജ് അല്ലെങ്കിൽ സിൻസ് ഷീ ഫിനിഷ്ഡ് ഹെർ സ്റ്റഡീസ്. ഷീ ഹാസ് ബീൻ ജോബ്ലെസ് സിൻസ് ഷീ ലെഫ്റ്റ് കോളേജ്. ആദ്യത്തെ ക്ലോസിൽ മെയിൻ ക്ലോസിൽ യൂസ് ചെയ്തത് പ്രസന്റ് പെർഫെക്റ്റ് ആണ്. സിൻസ് ക്ലോസിൽ യൂസ് ചെയ്തിട്ടുള്ളത് സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ്. ഡിന്നർ റെഡി ആയാൽ ഞാൻ നിന്നെ വിളിക്കാം. ഡിന്നർ റെഡി ആയിട്ടില്ല, വിളിച്ചിട്ടുമില്ല. രണ്ടും നടക്കാൻ പോകുന്ന കാര്യങ്ങളാണ്. ഞാൻ നിന്നെ വിളിക്കാം. ഐ വിൽ കോൾ യു. എപ്പോൾ? ഡിന്നർ റെഡി ആയാൽ. വെൻ ഡിന്നർ ഈസ് റെഡി. വെൻ ഡിന്നർ വിൽ ബി റെഡി എന്നല്ല പറയുന്നത്. ഐ വിൽ കോൾ യു വെൻ ഡിന്നർ ഈസ് റെഡി. ഡിന്നർ റെഡി ആവുമ്പോൾ ഞാൻ നിന്നെ വിളിക്കാം. മെയിൻ ക്ലോസിൽ മാത്രമാണ് സിമ്പിൾ ഫ്യൂച്ചർ യൂസ് ചെയ്യുന്നത്. സബോർഡിനേറ്റ് ക്ലോസിൽ സിമ്പിൾ പ്രസന്റ് ആണ് ഇവിടെ ഉപയോഗിക്കുന്നത്. സംസാരിക്കുന്നത് പക്ഷേ ഫ്യൂച്ചറിനെ കുറിച്ച് തന്നെയാണ്. ഈ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ സീരീസിലെ മറ്റു വീഡിയോസും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.